നമ്മുടെ കേരളത്തിനൊരു ഹിപ്പോക്രസിയുണ്ട്. പറക്കും തളികയിലെ നിത്യദാസിനെ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ്. എന്താണ്? കറുത്ത് ചെളി പിടിച്ച നിത്യദാസിനെ, കുളിച്ച് വെളുത്തിറങ്ങി വരുന്ന നിത്യദാസിനെ നമ്മൾ ചേർത്ത് പിടിക്കും. ഈ അംബേദ്കറേറ്റുകൾ എന്താണ്? ഈ രണ്ടിടത്തും വിമർശിക്കും. പക്ഷേ സത്യഭാമയെ വിമർശിക്കുമ്പോൾ മാത്രം അംബേദ്കറേറ്റുകളെ സ്വീകരിക്കുകയും നിത്യദാസിനെ വിമർശിക്കുമ്പോൾ അംബേദ്കറേറ്റുകൾക്കൊക്കെ എന്തോ കുഴപ്പമാണെന്ന് പറയുകയും ചെയ്യും. ഇന്നത്തെ കാലത്ത് തീർച്ചയായിട്ടും അത്തരം ഒരു സീൻ ആരും എഴുതുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വിക്റ്റിമാണെന്നുള്ളൊരു ബോധത്തിനകത്തല്ല ഇന്ത്യയിലെ ഒരാളും ജീവിക്കുന്നത്. എല്ലാവരും ഏകോദര സഹോദരങ്ങൾ തുല്യ നിലയിൽ ജീവിക്കുന്നു എന്ന മിഥ്യാധാരണയ്ക്കകത്താണ് ഇന്ത്യ കെട്ടിപ്പടുത്തിരിക്കുന്നത്. കോളനി വേണമെന്ന് വിളിക്കുന്നത് തെറ്റല്ല, പുറമ്പോക്കെന്ന് പറയുന്നത് തെറ്റല്ല. അവർ തന്നെ വന്ന് പറയും റിസർവേഷൻ്റെ ആവശ്യമില്ല, നമ്മളെല്ലാവരും തുല്യരാണെന്നൊക്കെ ഇവരെല്ലാവരും പറയുന്നു. നമ്മളെല്ലാവരും അതിൽ നിന്ന് മുക്തരാകാത്തിടത്തോളം, ബ്രാഹ്മണ മതത്തിൻ്റെ പിടിയിൽ കിടക്കുന്നിടത്തോളം ഇതിന് മാറ്റമുണ്ടാകും. ബ്രാഹ്മണരുടെ എച്ചിൽ കിടന്നുരുളുന്ന ഒരു സിസ്റ്റം ഉള്ള നാടാണല്ലോ നമ്മുടെ. എന്താണ്, ഇന്ത്യയിലെ പാർലമെൻറ്റിനകത്ത് നമുക്കൊന്ന് പ്രവേശിക്കണമെങ്കിൽ ദ പേഴ്സൺ ഷുഡ് ഹാവ് ബീൻ മെൻ്റലി ഫിറ്റ്. ഇലക്ഷനെ നേരിടണമെന്നുണ്ടെങ്കിൽ ഇത്ര പ്രായം ഉണ്ടാകണം. ഈ ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട, ഇവർക്ക് വേണ്ട. അവർക്ക് ഈ ഒരു പൂണൂല് മാത്രം. അല്ല, അവർ ഞങ്ങളുടെ കൈകളിലേക്ക് ബൈബിൾ തന്നു, ഞങ്ങളോട് കണ്ണടച്ച് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. ഞങ്ങൾ അപ്രകാരം ചെയ്തു. ഞങ്ങൾ കണ്ണു തുറന്നപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ബൈബിളും ഭൂമി അവരുടെ കയ്യിലുമായിരുന്നു എന്ന് പറഞ്ഞു. ഡോക്ടറിനെ ഡോക്ടറിൻ കൊണ്ട് നേരിടാം, ഐഡിയോളജി കൊണ്ട് നേരിടാം. പക്ഷെ ആത്മീയതയെ നമ്മളിപ്പോഴും നേരിടുന്നത് ഐഡിയോളജി കൊണ്ടോ പ്രത്യയശാസ്ത്രങ്ങൾ കൊണ്ടാകുമ്പോൾ അതിനെ വെല്ലാൻ പറ്റില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല ഇന്ത്യ എന്നുള്ളത്. അതുകൊണ്ടായിരിക്കുമല്ലോ ഡോക്ടർ BR അംബേദ്കർ ബുദ്ധമതത്തിലേക്ക് പോകുന്നത്. PRDs മുൻപോട്ട് വെക്കുന്ന ഒരു ആത്മീയതയുണ്ടല്ലോ, ഒരു സബാൾട്ടൺ ആത്മീയതയുണ്ടല്ലോ. അതായത് കീഴാളർക്കിടയിൽ നിന്ന് വരുന്ന ഒരു ആത്മീയതയും ദൈവവും. അപ്പോൾ അതിൻ്റെ പ്രസക്തി എന്താണ്? നമ്മുടെ ഈ ഗരുഡൻ തൂക്കം ഇതിനകത്തൊക്കെ പോയി തൂങ്ങുന്നതും ഈ കവിള കുത്തി തുളച്ചൊക്കെ നിൽക്കുന്നതിനകത്തൊന്നും ബ്രാഹ്മണരോ ക്ഷത്രിയർക്കൊന്നും ഈ ഇനം കൊണ്ട് വരുന്നില്ല. ഇതൊക്കെ കൃത്യമായിട്ട് ഇവിടുത്തെ OBC SC ST വിഭാഗക്കാർ വളരെ കൃത്യമായിട്ട് കുറഞ്ഞ നിരക്കിൽ കൂടുതൽ കൃത്യതയോടെ ചെയ്തു കൊടുക്കും. അവരുടെ മന്ത്രിസഭയ്ക്കകത്ത് മുഴുവൻ അവർ നിറച്ചു വെച്ചിരിക്കുന്ന അവരുടെ ഏത് വിഭാഗത്തിലുള്ള ആൾക്കാരാണ്? വിഭാഗത്തിലുള്ള ആൾക്കാരാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായി ഒക്കെ വന്നിരിക്കുന്നത് നായർ കമ്മ്യൂണിറ്റിയാണ്. എന്തുകൊണ്ടാണ്? ശബരിമലയിൽ അവർ ടച്ച് ചെയ്തു, അത് വോട്ടായിട്ട് പോകരുത്. ഇപ്പം എനിക്കറിയാം, തിരുവനന്തപുരത്തു നിന്നുള്ള ഇൻ്റലക്ച്വലുകളൊക്കെ മഹായാന ബുദ്ധിസത്തിൻ്റെ വക്താക്കളാണ്. അവരിവിടെ അംബേദ്കറേറ്റ് ഇടങ്ങളിൽ നുഴഞ്ഞു കയറുന്നതുകൊണ്ട് ഇതെന്നെ കേൾക്കുമ്പോഴും എന്നെ വന്നൊക്കെ ഭയങ്കരമായിട്ട് ഫലിക്കുന്ന ആൾക്കാരുമാണ്. അവരവരിൽ നിന്ന് ഗ്രാൻഡ് അടക്കം സ്വീകരിക്കുന്ന ആൾക്കാരുമുണ്ട്. അതിനെയൊക്കെ തുറന്ന് വിമർശിക്കാൻ സാധിക്കണം. ഞാനത് മനസ്സിലാക്കുമ്പോൾ അന്നത്തെ കാലത്ത് ചമത്കാര ഭംഗിയോടെ നിർമ്മിക്കപ്പെട്ടതാണ്. ഇപ്പോൾ അത്രയൊന്നും ചമത്കാര ഭംഗിയൊന്നും പാട്ടിനകത്ത് വരുന്നില്ല. ഇപ്പോൾ വെയിലെന്ന് പറയണേലോ മഴയെന്ന് പറയണോ നേരിട്ടങ്ങ് പറയാം. പക്ഷെ അത്രയും ചമത്കാര ഭംഗിയിൽ സൃഷ്ടിക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ റെഫറൻസൊക്കെ ജിയോ തന്നു. അതിൻ്റെ കാരണം ആ സിനിമയിൽ തന്നെ MS ബാബുരാജിൻ്റെ പാട്ടല്ലേ എന്ന് ജോജു പറയുമ്പം അവിടെ MS ബാബുരാജിൻ്റെ പാട്ട് ഇടാൻ പറ്റില്ല, കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ട്. അപ്പോൾ പക്ഷേ ആ പാട്ടിന് അതേ മൂഡ് തോന്നുന്ന ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നെക്കൊണ്ട് എഴുതിപ്പിച്ചത്. നമ്മളൊരു ഫെമിനിസ്റ്റാണ്. അപ്പോൾ മിസോഗണിസ്റ്റ് ആയിട്ടുള്ള പാട്രിയാർക്കിയെ സപ്പോർട്ട് ചെയ്യുന്ന, ജാതി വംശവർഗീയതയെ സപ്പോർട്ട് ചെയ്യുന്ന, അനാവശ്യമായിട്ട് സ്ത്രീയുടെ സെക്ഷൽ ടൂളുകളായിട്ട് ഉപയോഗിക്കുന്ന വരികളിലൊന്നും ഞാൻ എടുക്കാൻ താല്പര്യപ്പെടില്ല ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചോയ്സുകളുണ്ട് എനിക്ക്. പിന്നെ എൻ്റെ ഈ ചോയ്സുകൾ താല്പര്യമില്ലാത്തവരുമുണ്ട്. അപ്പോൾ ഈ ഒരു മനുഷ്യായുസിൽ ഞാൻ വല്ല 5-10 പാട്ടൊക്കെ എഴുതുമായിരിക്കും പരമാവധി. ഒരു കാര്യം പറയട്ടെ, നമ്മുടെ കേരളത്തിനൊരു ഹിപ്പോക്രസിയുണ്ട്. പറക്കും തളികയിലെ നിത്യദാസിനെ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ്. എന്താണ്? കറുത്ത് ചെളി പിടിച്ച നിത്യദാസിനെ, കുളിച്ച് വെളുത്തിറങ്ങി വരുന്ന നിത്യദാസിനെ നമ്മൾ ചേർത്ത് പിടിക്കും. അതിനകത്തൊക്കെ വംശീയതയുണ്ട്, നന്നായിട്ടുണ്ട്. പറക്കും തളിക സിനിമയ്ക്കകത്തൊന്നും ഒരു വംശീയതയുമില്ല. എന്നാൽ സത്യഭാമയെ നമ്മളെല്ലാവരും കൂട്ടത്തല്ലിന് നിൽക്കുകയും ചെയ്തു. നമ്മൾ ഈ അംബേദ്കറേറ്റുകൾ എന്താണ്? ഈ രണ്ടിടത്തും വിമർശിക്കും. പക്ഷേ സത്യഭാമയെ വിമർശിക്കുമ്പോൾ മാത്രം അംബേദ്കറേറ്റുകളെ സ്വീകരിക്കുകയും നിത്യദാസിനെ വിമർശിക്കുമ്പോൾ അംബേദ്കറേറ്റുകൾക്കൊക്കെ എന്തോ കുഴപ്പമാണെന്ന്
പറയുകയും ചെയ്യും. പക്ഷെ മറ്റൊരു കാര്യമുണ്ട്. അതായത് അന്ന് നിത്യാദാസിനെ അല്ല ഞാൻ പറഞ്ഞത്, ആ ആശയത്തെയാണ്. അത് അവർ നന്നായിട്ട് അത് ചെയ്തു. അതെ, അതിൽ നിന്ന് ഒരുപാട് നമ്മൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. കാരണം ഇപ്പോൾ തീർച്ചയായിട്ടും. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ വളരെ ശക്തമായിട്ട് തന്നെ ആളുകൾ അതിനെപ്പറ്റി ചോദ്യം ചെയ്യുകയും ദിലീപിന്റെ സിനിമകളെയൊക്കെ പ്രത്യേകിച്ചും ക്രിഞ്ചാണെന്നും അല്ലെങ്കിൽ വംശീയപരമായിട്ടുള്ള തമാശകൾ നിറഞ്ഞ സിനിമകളായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞൊരു ഒരു അറ്റ്ലീസ്റ്റ് ഒരു ജനറേഷൻ തന്നെ ഇപ്പം ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ. ദിലീപ് ബിഗ് ബോസിൽ എത്തിയിട്ടുണ്ട്. അല്ല, അത് പേഴ്സണലി ഞാൻ പറയല്ല. തീർച്ചയായിട്ടും അവബോധമുണ്ട്. അത്തരം ഒരു ആരോപണവും അത്തരം ഒരു നെറേറ്റീവും സോഷ്യൽ മീഡിയയിലുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അപ്പം അന്നത്തെ ഒരു കാലവും ഇന്നത്തെ കാലത്ത് തീർച്ചയായിട്ടും അത്തരം ഒരു സീൻ ആരും എഴുതുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല, ഇനി നടക്കത്തില്ല. ഒരു ബാംബു ബോയ്സ് ഇവിടെ ഉണ്ടാവത്തില്ല. അപ്പൊ അതിലൊക്കെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെയൊക്കെ ഇടപെടൽ അതിനകത്ത് ഒരു ചാലകശക്തിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ യൂത്ത് ഒരുപാട് പണിയെടുത്തിട്ടുണ്ട്. ഇവര് എല്ലാവരും പ്രത്യക്ഷത്തിൽ കാണുന്ന ചാനലുകളിലൊക്കെ വരുന്ന നമ്മളെയൊക്കെയാണ്. പക്ഷേ ഇതുപോലെ നിരന്തരം പണിയെടുക്കുന്ന ഒരു ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉണ്ടല്ലോ, അത് ശക്തമായിട്ട്. അപ്പം ഞാനത് ചിന്തിക്കുന്നത്, ഞാനൊക്കെ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഇതൊക്കെ മൂടിപ്പൊതിഞ്ഞ് പുറത്ത് പറയാതെ നടന്ന മനുഷ്യരാണ്. കാരണം അന്നത്തെ സാഹചര്യങ്ങളും അത്തരത്തിലൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പം വരുന്ന കുട്ടികൾ അഡ്രസ്സ് ചെയ്ത് ഇപ്പം ഇൻസ്റ്റയിലൊക്കെ എന്ന് പറഞ്ഞാൽ, അതായത് ഈ പറഞ്ഞത് SC ST OBC വിഭാഗക്കാർ മാത്രമല്ല, ദളിത് ക്രൈസ്തവരോ മാത്രമല്ല, എല്ലാ ആൾക്കാരും നമ്മളെ അവർ വിളിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്, ഇൻസ്റ്റയിൽ കേന്ദ്രീകരിച്ച്. പിന്നെ കോളേജുകൾക്കകത്തൊക്കെ ഒത്തിരി നടക്കുന്നുണ്ട്. അപ്പോഴൊന്ന് ഓർത്തോണം, എല്ലാ കോളേജുകളിലും വിദ്യാർത്ഥി പാർട്ടികളുണ്ട്. ഈ വിദ്യാർത്ഥി പാർട്ടികളൊന്നും ഇത്തരം മൂവ്മെൻറ്റുകളെ സപ്പോർട്ട് ചെയ്യുന്നവരും അല്ല. പരസ്യമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. പരസ്യമായിട്ട് സപ്പോർട്ട് ചെയ്യത്തില്ല, പരസ്യമായിട്ട് എതിർക്കുകയും ചെയ്യും. ഒത്തിരി വിഷയങ്ങളുണ്ട്. മൂവ്മെൻ്റ് ഒന്നുമില്ല. പക്ഷേ എന്നിട്ടും ഇവരിത് കോളേജ് വിദ്യാർത്ഥികളൊക്കെ അത് നന്നായിട്ട് ഇത് ചലിപ്പിക്കുന്നുണ്ട് കേട്ടോ. എല്ലാ കോളേജ് വിദ്യാർത്ഥികളുണ്ട്, അല്ലാത്ത ആൾക്കാരും. അപ്പം ഇതൊക്കെ മനസ്സിലാക്കാൻ പലപ്പോഴും പലരും ഈ ചാനലിലെയൊക്കെ വിഷയം വന്നപ്പോൾ ചോദിക്കുന്നത് അവർക്ക് വിദ്യാഭ്യാസം അധികമൊന്നുമില്ല എന്നൊക്കെ. ഇത് വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട കാര്യമൊന്നുമില്ല. ഒരാൾക്ക് PhD കിട്ടിക്കഴിഞ്ഞിട്ട് മാത്രമേ ജാതിയെ അഡ്രസ്സ് ചെയ്യാൻ പറ്റൂ എന്നുള്ളതൊന്നുമല്ല. നമ്മൾ വിക്റ്റിമാണെന്നുള്ളൊരു ബോധം ഇല്ലാത്ത ഇവരും, ഞാൻ പറഞ്ഞല്ലോ, വിക്റ്റിമാണെന്നുള്ളൊരു ബോധത്തിനകത്തല്ല ഇന്ത്യയിലെ ഒരാളും ജീവിക്കുന്നത്. എല്ലാവരും ഏകോദര സഹോദരങ്ങൾ തുല്യനിലയിൽ ജീവിക്കുന്നു എന്ന മിഥ്യാധാരണയ്ക്കകത്താണ് ഇന്ത്യ കെട്ടിപ്പടുത്തിരിക്കുന്നത്. പക്ഷേ ഇന്ത്യൻ ദേശീയതയ്ക്കകത്ത് ഇവർ ദലിതരെ, ആദിവാസികളെ, അതീവ പിന്നോക്ക മനുഷ്യരെ, പിന്നോക്കരെ, മുസ്ലിങ്ങളെ, ക്യുവറുകളെ, ഡിസേബിൾഡുകളെ, ഈ പറഞ്ഞ അൺഹെൽതി ആയിട്ടുള്ള മനുഷ്യരെ, വയോധികരെ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അത് വാസ്തവമാണ്. അവർക്ക് ആദ്യം കളയേണ്ടവരുണ്ട്, കളയേണ്ടവർ ഉണ്ട്, ഉണ്ട്. ഇതാണ് ബ്രാഹ്മണ മതത്തിൻ്റെ സംഭാവനയാണത്. ആ ബ്രാഹ്മണ മതം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഏതൊരു വ്യക്തിക്കും ഇതൊന്നും തെറ്റാണെന്ന് തോന്നുന്നില്ല. കാരണം ആ ബ്രാഹ്മണ മതം കൊടുത്തിരിക്കുന്ന ഗ്രേഡഡ് ഇനീക്വാളിറ്റി, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം അത് ഞാൻ പറയുമ്പോൾ വേറൊരു അനുഭവം കൂടി ഒന്ന് പറയാം. എൻ്റെ സ്കൂളിലെ തന്നെ നൊമാഡിക് ട്രൈബായിട്ടുള്ള ഒരു അധ്യാപിക ഉണ്ട്. അവർ വളരെ ടാലൻറ്റഡാണ്. ഞാൻ പലപ്പോഴും ടെക്നോളജിയിലൊക്കെ അവരോടാണ് ഹെൽപ്പ് വാങ്ങിക്കുന്നത്. ഞങ്ങൾക്ക് എല്ലാവരെയും വളരെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അവർ അങ്ങനെ എനർജറ്റിക്കാണ്. പക്ഷേ അവരോട് ഞാൻ ചോദിച്ചപ്പോൾ നോൺ വെജ് കഴിക്കില്ല, അത് അവരുടെ താല്പര്യമാണ്, അതിന് ഭക്ഷണ താല്പര്യമാണ്. ഇവർ കഴിക്കാത്തതിന് ഒരു റീസണുണ്ട്. എന്താണ്? എൻ്റെ കഴുത്തിൽ ഈ മാല കിടക്കുന്നതുകൊണ്ട് എനിക്ക് കഴിക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ എന്തോ ഒരു ദൈവത്തിൻ്റെ പടമൊക്കെ ഉള്ള ഒരു ഹിന്ദു ദൈവത്തിൻ്റെ പടമുള്ള ഒരു അതുള്ളതുകൊണ്ടാണ് കഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത്. മറ്റൊന്ന്, പുസ്തക പാരായണം ചെയ്യുന്നത് കൊണ്ടും എനിക്ക് കഴിക്കാൻ പറ്റില്ല. ഞാൻ ഡെയിലി പുസ്തകം പാരായണം ചെയ്യുന്നുണ്ട്. അത് ഈ കിതാബ് പുസ്തകം എന്നുള്ളതല്ല, അവരുടെ പുസ്തകം രാമായണം മഹാഭാരതം പോലെയുള്ള പുസ്തകം കൊണ്ട് ഈ ഒരു പുസ്തകം വായിക്കുന്നുണ്ട് അവർക്കത് കഴിക്കാൻ പറ്റില്ല എന്ന്. ഞാൻ ചോദിച്ചു, നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടിയാണ്. അവരോട് ഞാൻ ചോദിച്ചു, എന്തോ കാലത്ത് അന്ധകാലത്ത് മനുസ്മൃതിക്കകത്തൊക്കെ കാണിച്ചു വെച്ചാൽ എന്തോ ആശയങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇയാൾ ഇത്രയും പഠിച്ചതല്ലേ, എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഭക്ഷണം, നിങ്ങൾ വായിക്കുന്ന ഒരു പുസ്തകവും നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ ഉദ്ദേശം വേറെയാണ്. ഡൈജഷനുമായിട്ട് ബന്ധപ്പെട്ടും നമ്മളുടെ ബ്രെയിൻ ഗ്രോത്തും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതാ ഭക്ഷണം കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ അത് കഴിക്കണ്ട, അത്രേ ഉള്ളൂ അതിനകത്ത്. പക്ഷേ അതിനുണ്ടാക്കുന്ന ഈ റീസൺ എന്ന് പറയുന്നത് ഇതുവരെ ഇൻജക്റ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ്. അപ്പം ഇത്തരത്തിലുള്ള കുറേ നോർമലൈസ് ചെയ്യുന്ന കുറേ മനുഷ്യരിവിടെ കിടപ്പുണ്ട്. അത് SC ST OBC OEC വിഭാഗങ്ങൾക്കിടയിൽ
സവർണരുടെ ആചാര അനുഷ്ഠാനങ്ങളെല്ലാം തന്നെ ഞങ്ങളുടേതുമാണെന്നും പറഞ്ഞ് അത് പുൽകി അതേറ്റെടുത്ത് ഇവിടെ വിജയിപ്പിക്കുന്ന ഒരു സമൂഹമുണ്ട്. ഈ പറഞ്ഞ സോക്കോൾഡായിട്ടുള്ള ജനറൽ കാറ്റഗറിയുടെ ഈ ശ്രേണിയുടെ തലപ്പത്ത് നിൽക്കുന്ന ബ്രാഹ്മണ ക്ഷത്രിയർക്ക് ഇതിലൊരു ഉത്തരവാദിത്വവും ഇല്ല. അവരത് ചെയ്യേണ്ട, ഇവരത് ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളവർക്ക് ഈ പറഞ്ഞ ഒന്നും തെറ്റല്ല. കോളനി വേണമെന്ന് വിളിക്കുന്നത് തെറ്റല്ല, പുറമ്പോക്കെന്ന് പറയുന്നത് തെറ്റല്ല. ഈ പറഞ്ഞ അവർ തന്നെ വന്ന് പറയും റിസർവേഷൻ്റെ ആവശ്യമില്ല, നമ്മളെല്ലാവരും തുല്യരാണെന്നൊക്കെ ഇവരെല്ലാവരും പറയുന്നു. നമ്മളെല്ലാവരും അതിൽ നിന്ന് മുക്തരാകാത്തിടത്തോളം, ബ്രാഹ്മണ മതത്തിൻ്റെ പിടിയിൽ കിടക്കുന്നിടത്തോളം ഇതിന് മാറ്റം ഉണ്ടാവില്ല. ബ്രാഹ്മണരുടെ എച്ചിൽ കിടന്നുരുളുന്ന ഒരു സിസ്റ്റമുള്ള നാടാണല്ലോ നമ്മുടേത്. അതെ അതെ. പക്ഷെ ഞാനിത് എന്നെ കേൾക്കുന്ന ബ്രാഹ്മണരോടല്ല പറയുന്നത്. വളരെ കണ്ണിങ്ങായി അന്ധകാലത്ത് ഉണ്ടാക്കി വെച്ച ഒരു സിസ്റ്റത്തെ നമുക്ക് ബ്രേക്ക് ചെയ്യാനുള്ള സംവിധാനമോ ഇത്തരത്തിലൊരു സോഷ്യൽ സർക്കിളിനകത്തൂടെയാണ്, സോഷ്യൽ എൻജിനീയറിങ്ങിനകത്തൂടെയാണ് നമ്മളെല്ലാം കടന്നു പോകുന്നത്. നമുക്കാർക്കും നമ്മളെല്ലാവർക്കും അറിയുകയുമില്ല. ഇപ്പോൾ ഡോക്ടർ BR അംബേദ്കർ വോളിയങ്ങൾ വന്നപ്പോൾ അത് മഹാരാഷ്ട്രയിൽ അത് മാതൃഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയപ്പോൾ ആ സൈദ്ധാന്തികർ അത് പ്രചരിപ്പിച്ചപ്പോൾ പിന്നീട് എല്ലാ മാതൃഭാഷയിലും വന്നപ്പോഴാണ് ഇവൻ കേരളത്തിൽ നമ്മൾ തന്നെ അറിയുന്നത് നമ്മുടെ രക്ഷകർത്താക്കൾ ഇടതുപക്ഷക്കാരല്ല എന്ന്. അതൊക്കെ അറിഞ്ഞിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല. അപ്പം ഈ ഇവർക്ക് അപ്പോൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങളിലുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ ഒരു ഇതിൽ ഞാൻ പറയുവാണെങ്കിൽ, നമ്മൾ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, പിന്നെ അങ്ങോട്ട് താഴോട്ട് കിടക്കുന്നതിനകത്താണല്ലോ നമ്മളൊക്കെ വരുന്നത്. അപ്പം ഈ ബ്രാഹ്മണർ എന്ന് പറയുന്നവർ വളരെ തന്ത്രപൂർവ്വം ക്ഷത്രിയരാകാവുന്ന ആകുമ്പം രാജ്യം ഭരിക്കണം, മൃഗയാവിനോദത്തിന് വേട്ടയാടാൻ പോകണം, അതിനു മുകളിൽ ദൈവത്തെ സ്ഥാപിച്ചുകൊണ്ട് ആത്മീയത കൊടുത്തുകൊണ്ടാണ് എന്തിൻ്റെ മുകളിൽ കയറിയത്. അത് വേറെ ഐഡിയോളജി ഒന്നും അവരെടുത്തിട്ടില്ല, ആത്മീയതയാണ് എടുത്തത്. ദൈവത്തെ, വിശുദ്ധ ദൈവങ്ങളെയും വിശുദ്ധ ഗ്രന്ഥങ്ങളുമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് തലപ്പത്ത് അവരതിൻ്റെ സ്ഥാനം ഏറ്റെടുത്തു. അപ്പോൾ എന്താണ്, രാജ്യം ഭരിക്കണമെങ്കിൽ ദൈവം ഉണ്ടാകണം, ആ ദൈവത്തെ നേരിട്ട് കിട്ടുവാൻ നോബിളായ സമൂഹങ്ങൾ ഉണ്ടാവണം എന്ന് മനുസ്മൃതി പറഞ്ഞു. ആ നോബിൾ മനുഷ്യരായി അവരവിടെ നിൽക്കുകയാണ്. ആ സ്ഥാനം, ഈ ഭയം എല്ലാവർക്കും ഉണ്ട്. ദൈവത്തിനോടുള്ള ഭയം, ആ ദൈവത്തെ, അതായത് തെറ്റ് ചെയ്താൽ പിടിക്കുന്ന ദൈവം, ഇതെല്ലാവർക്കും ഒരു പേടിയുണ്ട്. ഒട്ടുമുക്കാലും ആളുകൾക്ക് ഈ ഒരു പേടിയുണ്ട്. ദൈവഭയം എന്ന് പറയുന്നതില്ല. അപ്പം ആ ദൈവത്തിലോട്ട് എത്താനുള്ള ആ പുരുഷൻ, ആ ഒരു വ്യക്തിയെ, ആ ഒരു സമൂഹത്തെ പിന്നെ അവർക്കൊന്നും ചെയ്യേണ്ട കാര്യം തരുന്നില്ല. അതുകൊണ്ടാണ് പലരും ചോദിക്കുന്നത്, ഇവരാരെങ്കിലും തല്ലിയിട്ടുണ്ടോ, വഴക്ക് പിടിച്ചിട്ടുണ്ടോ, തെരുവിലിറങ്ങി, ഒന്നും ചെയ്യണ്ട, ദൈവത്തിനെ മാത്രം വെച്ചാൽ മതി. അപ്പോൾ അവർക്ക് പാർലമെൻറ്റിനകത്ത് കയറാം. എന്താണ്, ഇന്ത്യയിലെ പാർലമെൻറ്റിനകത്ത് നമുക്കൊന്ന് പ്രവേശിക്കണമെങ്കിൽ ദ പേഴ്സൺ ഷുഡ് ഹാവ് ബീൻ മെൻ്റലി ഫിറ്റ്, അല്ലേ? അദ്ദേഹത്തിന് ഇത്ര വയസ്സോ, അല്ലേ, 30-35 വയസ്സ് പ്രായം ഉണ്ടാകണം. ഇലക്ഷനെ നേരിടണമെന്നുണ്ടെങ്കിൽ ഇത്ര പ്രായം ഉണ്ടാകണം. ഈ ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട, ഇവർക്ക് വേണ്ട. അവർക്ക് ഈ ഒരു പൂണൂല് മാത്രം മതി. ഞാൻ പറഞ്ഞു, എന്നെ കേൾക്കുന്ന എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള അതേ വിഭാഗത്തിലുള്ള ആൾക്കാർ, അവരും കൂടി മനസ്സിലാക്കാനാണ് ഞാൻ അവരെ അല്ല പറയുന്നത്. അതാണ്, അവർക്ക് ഇതിനകത്ത് കയറാനായിട്ട് ഒരു ഇതുമില്ല. ദ്രൗപദി മുർമുവിനെ കയറ്റുകയും വേണ്ട. ഓക്കെ. ഈയിടെ റെയിൽവേ പാളത്തിലിരുന്ന് പൂജിക്കുന്നതാണ്, ഒക്കെ പൂജിക്കുന്ന ഇത് കണ്ടു. പിന്നെ റോക്കറ്റ് വിടണമെങ്കിലും ഇവർ വരണം. എന്താണ് യോഗ്യത? ബാക്കി എല്ലാവർക്കും പേഴ്സൺ ഷുഡ് ഹാവ് ബീൻ മെൻ്റലി ഫിറ്റ് ആൻഡ് പിന്നെ അവർക്ക് നമ്മൾ ഇത്രയും ക്വാളിഫൈ ചെയ്തിരിക്കണം, ഏജ് എന്നൊക്കെ ഉള്ളൊരു സാധനമുണ്ട്. ഇവർക്ക് അതിൻ്റെ കാര്യമില്ല. ആ ആത്മീയത കൊണ്ടാണ് ഇവ എല്ലാ ഇടങ്ങളും കൈയടക്കി വെച്ചിരിക്കുന്നത്. ഇപ്പം അത് ലോകത്തെല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ഇപ്പം ആദ്യമായിട്ട് ആഫ്രിക്കയിലോട്ട് കടന്നു വന്നവർ, ആഫ്രിക്കയിലോട്ട് തദ്ദേശ ജനവിഭാഗങ്ങളുടെ അടുത്തേക്ക് വന്നവർ അവരുടെ കപ്പലിൽ ഒരു ബൈബിളും എടുത്തിട്ടിരുന്നു. അവരെല്ലാം കൂടി ഒന്നിച്ചിരുന്ന് പാട്ടുപാടി പ്രാർത്ഥിക്കാനല്ലായിരുന്നു ആ ബൈബിൾ എടുത്തത്. അറിയാമല്ലോ, അവർ ഞങ്ങളോട് കണ്ണടയ്ക്കാൻ പറഞ്ഞു, ഞങ്ങൾ കണ്ണടച്ചു. അവർ ഞങ്ങളുടെ കൈകളിലേക്ക് ബൈബിൾ തന്നു, ഞങ്ങളോട് കണ്ണടച്ച് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. ഞങ്ങൾ അപ്രകാരം ചെയ്തു. ഞങ്ങൾ കണ്ണു തുറന്നപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ബൈബിളും ഭൂമി അവരുടെ കയ്യിലുമായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലോകത്തെല്ലായിടത്തും സാമ്രാജ്യത്വം, വംശീയതയും ഇന്ത്യയിലെ ജാതീയതയും ഒക്കെ ഊട്ടി ഉറപ്പിച്ചത് ദൈവങ്ങളെ വെച്ചുകൊണ്ടാണ്. വേറെ പ്രത്യയശാസ്ത്രങ്ങൾക്കൊന്നും അതിനെ മറികടക്കാനുള്ള ധൈര്യമില്ല. പ്രത്യയശാസ്ത്രവും വേറെ, ആത്മീയത കൊടുക്കുന്ന ദൈവത്താൽ ഉള്ള ഭയവും വേറെയാണ്. പ്രത്യയശാസ്ത്രങ്ങളെ നമുക്ക് പ്രത്യയശാസ്ത്രങ്ങൾ കൊണ്ട് നേരിടാം, ഡോക്ട്രിൻ കൊണ്ട് നേരിടാം, ഐഡിയോളജി കൊണ്ട് നേരിടാം. പക്ഷെ ആത്മീയതയെ നമ്മളിപ്പോഴും നേരിടുന്നത്
ഐഡിയോളജി കൊണ്ടോ പ്രത്യയശാസ്ത്രങ്ങൾ കൊണ്ടാകുമ്പോൾ അതിനെ വെല്ലാൻ പറ്റില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല ഇന്ത്യ എന്നുള്ളത്. ആത്മീയതയിൽ മുഴുവൻ ഒട്ടും ഭൂരിപക്ഷമല്ലാത്തൊരു സമൂഹം വസ്തുവകകളടക്കമുള്ള എല്ലായിടങ്ങളും കൈയടക്കി എല്ലായിടങ്ങളിലും എത്തിയിട്ടുണ്ടെങ്കിൽ തിരിച്ച് പ്രതിരോധിക്കാൻ ആത്മീയത തന്നെ ടൂളായിട്ട് കൊണ്ടുവരണം. അതുകൊണ്ടായിരിക്കുമല്ലോ ഡോക്ടർ BR അംബേദ്കർ തൻ്റെ അനുയായികൾക്കൊപ്പം ബുദ്ധമതത്തിലേക്ക് പോകുന്നത്. ബുദ്ധ ആൻഡ് ഹിസ് ധമ്മ, അത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മൂല്യങ്ങളിൽ അദ്ദേഹം അത് വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചും തന്നിട്ടുണ്ട്. പക്ഷെ പിന്നീട് അധികകാലം അദ്ദേഹം ജീവിച്ചിരുന്നില്ലാത്തതുകൊണ്ട് നമുക്കതിൻ്റെ ബാക്കി ഒരു ഇതും ഉണ്ടാകുന്നില്ല. നമ്മളെല്ലാവരും ആദ്യം മുതൽ തന്നെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നമ്മൾ പങ്കുവെക്കപ്പെട്ടവരായി മാറുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറയുന്നത്, എനിക്കെപ്പോഴും ഞാൻ മനസ്സിലാക്കിയത്, ഞാനീ പറയുന്നത് എനിക്ക് എൻ്റെ സഹ അംബേദ്കറേറ്റുകൾ എത്രത്തോളം അതിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ആത്മീയതയാൽ പടുത്തുയർത്തിയ ഒരു രാജ്യത്തിനകത്ത് ജനാധിപത്യം കൊണ്ടുവന്നിട്ട് ജനാധിപത്യത്തിൻ്റെ ചില സിംറ്റങ്ങളായ തിരിച്ചറിയൽ കാർഡ്, പിന്നെ ആധാർ കാർഡ്, പിന്നെ അതുപോലെ ഇലക്ഷൻ പോളിംഗ് ബൂത്ത് ഒന്നും കാണിച്ചുകൊണ്ടൊന്നും നടക്കില്ല. ബാക്കി ഒരു സ്ഥലത്തും ജനാധിപത്യം കൃത്യമായിട്ട് വർക്ക് ആവുന്നില്ല. അപ്പോൾ അതിനെ നമ്മൾ ഈ ഒരു ടൂളും കൂടി ഉപയോഗിച്ചാൽ മാത്രമേ സാധ്യമാകുള്ളൂ. പക്ഷേ അതിന് ജനതയ്ക്കിടയിൽ ഏകീകരണം ഉണ്ടാകണം. ബാക്കി സമൂഹങ്ങളെല്ലാം ഏകീകരിക്കപ്പെട്ടതിൽ വിശുദ്ധ ദൈവങ്ങളും വിശുദ്ധ ഗ്രന്ഥങ്ങളും ഉണ്ടായിരുന്നു. ഈ സമൂഹങ്ങൾക്കതില്ല. അതുകൊണ്ടാണല്ലോ ജ്യോതിറാവു ഫുലെ ചിതറിയവർ എന്ന് പറയുന്നത്. ആ വാക്ക് ചിലപ്പോൾ തരുൺ ഇഷ്ടപ്പെടുന്നില്ലായിരിക്കാം. ദളിതർ എന്ന പദം ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കാം. ബട്ട് അദ്ദേഹം പറഞ്ഞ അതുകൊണ്ട് തന്നെയാണ്, അർത്ഥവത്തായിട്ടാണ് ആ പദം ഒരു പൊളിറ്റിക്കൽ സജ്ഞ എന്ന രീതിയിൽ അദ്ദേഹം പറയുന്നത്. കാരണം ഒരു വിശുദ്ധ ദൈവത്തിൻ്റെയും വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെയും കീഴിൽ ഒന്നിക്കുന്നത് പോലെയല്ല വ്യത്യസ്ത ആചാര അനുഷ്ഠാന ഭാഷ സംസ്കാരമുള്ള സമൂഹങ്ങളെ ഒന്നിപ്പിക്കാൻ. എല്ലാവരും ദളിതരെല്ലാവരും അങ്ങ് ഒന്നിച്ചുകൂടെ അല്ലേ? തിരുവിതാംകൂറിലെ പുലയരും വേലന്മാരും തമ്മിൽ പരസ്പരം ഐക്യപ്പെടുകയല്ല. അത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ അവർക്കിടയിലുണ്ട്. അവർ ഒക്കെയും ഈ പറഞ്ഞ ബ്രാഹ്മണ മതത്തിൻ്റെ ഈ പറഞ്ഞ ഗ്രേഡഡ് ഇനീക്വാളിറ്റിക്കകത്ത് പെട്ടവരാണ്. അതിനകത്തു നിന്നൊരു അംബേദ്കറേറ്റ് ബോധത്തിൽ വന്നിട്ടുള്ള ഒരു പുലയനോ പറയനോ വീട്ടുവനോ ഉള്ളാഴനോ അയിനവനോ ഒക്കെ ആണെങ്കിൽ അവരെ ഏകോദര സഹോദരങ്ങളെ പോലെ നിൽക്കുക. അതാണ് അംബേദ്കറിസത്തിൻ്റെ ശക്തി. പക്ഷെ അങ്ങനെ എത്ര പേരുണ്ട് ഇന്ത്യയിൽ? ലെസ് ദാൻ 1%. കേവലം ആത്മീയതയുടെ ബലത്തിൽ മാത്രം ഇവർ മറ്റെല്ലാ കാശ്, അതായത് ബ്രാഹ്മണർ, അതായത് ബ്രാഹ്മണരാണല്ലോ ബ്രാഹ്മണ മതം കൊണ്ടുവരുന്നത്. ആ ബ്രാഹ്മണ മതത്തിലൂടെയാണല്ലോ ഈ പറയുന്ന ആത്മീയത ഇഞ്ചക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ആത്മീയതയെ കൊണ്ട് മാത്രം ഇത്രയും കാസ്റ്റുകളെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് അതിൻ്റെ ഒരു പ്രാക്ടിക്കബിൾ പ്രശ്നമില്ലേ? അതായത് എത്രത്തോളം അത് പ്രാക്ടിക്കബിൾ ആണെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഒന്നാമത് ഭൂരിപക്ഷം ഇല്ലാത്ത സമൂഹങ്ങളായിരുന്നു. ഓക്കെ, അപ്പോൾ അതിനൊക്കെ ഒത്തിരി ചരിത്രപരമായ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഞാനൊന്ന് ആറ്റിക്കുറുക്കി എന്ന് പറയാം. പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ എല്ലാ സമൂഹങ്ങളുടെയും ഇവരുടെ ഈ ഇതുണ്ടല്ലോ, ഒരു ചാതുർവർണ്ണയ വ്യവസ്ഥയ്ക്കകത്ത് ഏറ്റവും തലപ്പത്ത് ഇവർ കയറി വരുന്നത് തന്നെ ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ ആയിക്കൊണ്ടാണ് അവർ കയറി വരുന്നത്. പക്ഷേ ആൾബലം ഇല്ലാത്തത് കൊണ്ടും വളരെ തന്ത്രപരമായിട്ട് ആത്മീയതയെ തന്നെ ടൂളാക്കി ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു കാര്യം കൂടി ഇതിനകത്ത് ചെയ്തു. ഇന്ത്യയിൽ OBC സമൂഹങ്ങൾ നന്നായിട്ടുണ്ട്. ഓക്കെ, വളരെയധികം ഉണ്ട്. അവരുടെ കയ്യിലാണ് ഇന്ത്യയുടെ കന്നുകാലി സമ്പത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പശുവിനെ വിശുദ്ധ ദൈവമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ടാണ് വരുന്നത്. ഓക്കെ, പശുവിനെ കാരണം അപ്പോൾ എന്ത് ചെയ്തു, അവരിലൊന്നിനെ അവരുടെ ഏറ്റവും കന്നുകാലി സമ്പത്ത്, ഇപ്പോൾ പശുവും OBCയും തമ്മിലുള്ള ബന്ധം ഭയങ്കര കണക്റ്റഡ് ആയിട്ടാണ്. OBC വിഭാഗക്കാരായിട്ടുള്ള, അതായത് ഇഷ്ടം പോലെ OBC വിഭാഗക്കാരായിട്ടുള്ള പല 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 ഇതുണ്ടല്ലോ ഇന്ത്യയിൽ, ഒരു മേജർ ശക്തിയാണ്. ഈ പശുവിനെ അവർ വളരെ തന്ത്രപരമായിട്ടും ദൈവമായിട്ട് പ്രഖ്യാപിച്ചു. ഇത് വിശുദ്ധ പശു ദൈവമാകുന്നത് എങ്ങനെയാണ്? അതായത് പശു പുല്ല് തിന്നുന്നു, കൗ ഈസ് എ ഡൊമസ്റ്റിക് ആനിമൽ, കൗ ഗീവ്സ് അസ് മിൽക്ക്, കൗ ഈറ്റ്സ് ഗ്രാസ് എന്നൊക്കെ പറഞ്ഞ് ഒരു 5 വരി കോമ്പസിഷൻ ഈ കരിക്കുലം തുടങ്ങിയ കാലം മുതൽ എല്ലാ ഭാഷയിലും എഴുതി പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഇനി
ഈ അംഗൻവാടിയിലൊക്കെ പാട്ടുകൾ നോക്കുക, നഴ്സറി പാട്ട്. കുലുക്കും പശുവമ്മ, വാലാട്ടിയിടും പശുവമ്മ, പുല്ലു തിന്നും പശുവമ്മ, നമ്മുടെ ഓമന പശുവമ്മ, ഇങ്ങനെ ഒരു പാട്ടൊക്കെ ഉണ്ട്. അപ്പം കുഞ്ഞുങ്ങളിൽ പോലും പശു ഒരു ഓമനത്വമുള്ള ഒരു ജീവിയായിട്ടങ്ങ് കൊണ്ടുവരുന്നു. ഇനി ഇത് ഇംഗ്ലീഷ് ഗ്രാമറിൽ പഠിപ്പിക്കുമ്പോഴും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒക്കെ കാണും. ഇപ്പം നമ്മുടെ ഡസ് ഫോം ഒക്കെ പഠിപ്പിക്കണമെങ്കിൽ കൗ ഈറ്റ്സ് ഗ്രാസ് എന്നൊക്കെ പറഞ്ഞൊക്കെ ഇതിങ്ങനെ എല്ലാ ലെവലിലും ഇത് പഠിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ വളരെ തന്ത്രപരമായിട്ട് ഇൻജെക്റ്റ് ചെയ്യുന്നതാണ്. ഇവിടെ കൗവും അവിടെ വരുന്നുള്ളൂ. കവിന് കിട്ടുന്ന ഈ ഒരു പ്രത്യേക പദവിയിലോട്ട് വേറെ ഇതൊന്നും വരുന്നില്ല. ഇതിപ്പോൾ കാഞ്ച ഇളയെ പോലുള്ളവരൊക്കെ ബഫലോ പൊളിറ്റിക്സിനകത്തൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത്തരത്തിൽ പക്ഷേ ഈ OBC വിഭാഗങ്ങളെ വളരെ തന്ത്രപരമായിട്ട് ഇതോടെ കയ്യിലെടുക്കാൻ പറ്റിയിരുന്നു. അപ്പം എൻ്റെ ആയുധം തരുണിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നതെങ്കിൽ ഞാൻ പിന്നെ തരുണിൻ്റെ അടിമയായുകയാണ്. അപ്പം അങ്ങനെ അതുകൊണ്ട് തന്നെ ഈ ഒരു വിഭാഗങ്ങളെ പൂർണ്ണമായിട്ടും അതിൽ നമുക്ക് വളരെ കുറച്ച് പേരൊക്കെ മാറി വന്ന് നിന്നിട്ടുള്ളൂ. ഇന്നും ഈ ദുർഗാപൂജ അതല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള ആഘോഷം, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഈ ഗരുഡൻ തൂക്കം ഇതിനകത്തൊക്കെ പോയി തൂങ്ങുന്നതും ഈ കവിള കുത്തി തുളച്ചൊക്കെ നിൽക്കുന്നതിനകത്തൊന്നും ബ്രാഹ്മണരോ ക്ഷത്രിയർക്കൊന്നും മെയ് അനങ്ങണ്ട വരുന്നില്ല. ഇതൊക്കെ കൃത്യമായിട്ട് ഇവിടുത്തെ OBC SC ST വിഭാഗക്കാർ വളരെ കൃത്യമായിട്ട് ഒരു ടെൻഡറും വിളിക്കാതെ കൃത്യമായി കുറഞ്ഞ നിരക്കിൽ കൂടുതൽ കൃത്യതയോടെ ചെയ്തു കൊടുക്കും. അതാണ് ഈ ആത്മീയത കൊണ്ടവർ ചെയ്തത്. ഇതിനെ ഈ കൗ പൊളിറ്റിക്സിനെ തകർക്കണമെന്നുണ്ട്. കൗ പൊളിറ്റിക്സിനെ, കാരണം ഇതൊക്കെ രണ്ട് ദൈവങ്ങളായി മാറി. എല്ലാ ദൈവങ്ങളുടെ കൂടെ ഈ കൗവും ദൈവവുമായിട്ട് മാറിയിട്ടുണ്ട്. നമുക്കതിനെ ഒന്നും ഒരു തരത്തിലും പൊളിക്കാൻ പറ്റുന്നില്ല. കുറച്ചെങ്കിലും അതിൽ നിന്നും ഇത് ഭേദപ്പെട്ട് നിൽക്കുന്നത് കേരളമാണ്. കാരണം അത്രയും വലിയ അർബനൈസേഷൻ ഇവിടെ നിന്നുകൊണ്ട് കശുവിന് ഇവിടെ മേയാൻ ഇടവില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ട്. ഉണ്ടായിരുന്നെങ്കിൽ അതും കൊണ്ടുവന്നേനെ. എങ്കിലും ഇതെല്ലാം ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ അപ്പം ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അതാണ് ഞാൻ പറഞ്ഞത്. ഈ ആത്മീയതയെ നമുക്കത് പൊളിക്കാൻ പറ്റില്ല. അത് ആത്മീയതയെ പൊളിക്കണമെങ്കിൽ നമ്മൾ ആത്മീയമായി ഏകീകരിക്കപ്പെടണം. ഇതിപ്പം ആത്മീയമായി ഏകീകരിക്കപ്പെടുക എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വരും, ഒരുപാട് പ്രശ്നങ്ങളും കോൺട്രവേഴ്സിയിലേക്ക് ഞാൻ ഒറ്റയ്ക്കാണ് ആയി പോവുകയും ചെയ്യും. പക്ഷേ അത് എല്ലാവരും ഒന്ന് ചിന്തിക്കുക. അങ്ങനെ തന്നെയാണ് അതിനെ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. നമ്മൾ ആത്മീയമായി നമ്മൾ ഓരോ ആത്മീയതയുടെ കീഴിൽ ഒന്നിക്കപ്പെടണം. ഒരു ആത്മീയതയുടെ കീഴിൽ എല്ലാവരും ഒന്നിക്കപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ഈ ആത്മീയത എന്ന് പറയുമ്പോൾ ആത്മാവ്, സ്പിരിറ്റ്, ഈ വാക്കല്ലാതെ എനിക്ക് വേറെ വാക്ക് വരുന്നില്ല. സ്പിരിച്വലി നമ്മൾ ഏകീകരിക്കപ്പെടേണ്ടതുണ്ട്. നമ്മൾ കൾച്ചറലി, ഇക്കണോമിക്കലി, പൊളിറ്റിക്കലി, സോഷ്യലി ഏകീകരിക്കുന്നത് പോലെ തന്നെ പരമപ്രധാനമാണ് സ്പിരിച്വലിയും കൂടെ ഒന്നീകരിക്കപ്പെടേണ്ടതുണ്ട്. കാരണം ഇന്ത്യയിലെ ഇലക്ഷൻ എല്ലാം നിയന്ത്രിക്കുന്നത് ദൈവങ്ങളാണ്. ഇത് ദൈവങ്ങളെ വെച്ചുകൊണ്ടാണ് അല്ലേ? അല്ലെങ്കിൽ എന്ത് യോഗ്യതയിലാണ് പാർലമെൻറ്റിനകത്ത് ഈ വിഭാഗങ്ങൾക്ക് പ്രവേശനം കിട്ടിയത്? എന്തുകൊണ്ടാണ് പ്രഥമ വനിത പ്രവേശിക്കപ്പെടാതെ പോയത്? അപ്പോൾ അവിടെ ഇതിനെ ഈ ബാക്കിയുള്ളവരാരും എന്താണ് മിണ്ടാത്തത്? ഇവിടുത്തെ OBC വിഭാഗങ്ങൾ എന്താണ് ഇതിനെതിരെ ഒരു ഷൗട്ട് ചെയ്യാത്തത്? ഷൗട്ട് ചെയ്യാത്തവർക്കതൊരു തെറ്റായി തോന്നുന്നില്ല. കാരണം അവർക്കതിനുള്ള പ്രിവിലേജ് ഉണ്ട്. അവരത് ചെയ്യേണ്ടതാണെന്ന് അവർക്ക് തോന്നുവാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇവിടുത്തെ SC ST വിഭാഗക്കാർ ഇതിനെതിരെ ഈ അംബേദ്കറേറ്റ് മൈൻഡ് സെറ്റ് ഉള്ളവരല്ലാതെ ആരും ഇത് ബഹളം ഉണ്ടാക്കാഞ്ഞത്? ക്രൂഷ്യൽ വിഷയമായിട്ട് ഉണ്ടാക്കുന്നില്ലായിരുന്നു. അത് ഉണ്ടാക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവർക്കൊക്കെ ബ്രാഹ്മണ ശാപത്തെ ഭയമുണ്ട്, എല്ലാവർക്കും പേടിയാണ്. ഇനി ഈ പറഞ്ഞ നമ്മുടെ പ്രൈം മിനിസ്റ്റർ പോലും ആ വിഭാഗത്തിലുള്ള ആളല്ലല്ലോ. അദ്ദേഹത്തിൻ്റെ വിധേയത്വം നമ്മൾ കണ്ടിട്ടില്ലേ? ഈ വിദേശത്തൊക്കെ പര്യടനം നടത്തിക്കഴിഞ്ഞ് ഓടി വന്ന് അദ്ദേഹം ഇവിടെ ചെയ്യുന്നത് ഗുഹയിലാണ് പോയിരിക്കുക. ആദ്യം ചെയ്യുന്നത് ഗുഹയ്ക്കകത്താണ് പോയിരിക്കുന്നത്, ഒരു ധ്യാന നിമഗ്നനായിട്ട് പോയിരിക്കുന്നത്. ആദ്യം അദ്ദേഹം അത് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇന്ത്യയിലെ ജനങ്ങളെ ആത്മീയതകൾ കൊണ്ട് പിടിക്കാമെന്ന് അദ്ദേഹത്തിന് അറിയാം. കുറച്ച് നാൾ വിദേശത്ത് പോയി കഴിഞ്ഞ് വന്നാൽ പിന്നെ ഇദ്ദേഹം ഈ ഡാൻസൊക്കെ കളിക്കുന്നത് കാണാം. ഈ ഓടക്കുഴലോ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ഈ എന്താ പറയുന്നത്, ഇതൊക്കെ ഈ ആത്മീയ നൃത്തങ്ങളൊക്കെ ഉണ്ടല്ലോ, രാസലീലയോ അങ്ങനെയുള്ള നൃത്തങ്ങൾ ചെയ്യുന്ന ഒരു ആളെയാണ് കാണുന്നത്. പിന്നീട് കാരണം ഈ ആത്മീയതയ്ക്കകത്ത് ജനത്തെ എളുപ്പം വീഴിക്കാൻ സാധിക്കും. ഗുഹയിൽ പോയി ധ്യാനിച്ചിരിക്കുക, ഇതൊക്കെ ചെയ്യുമ്പോഴേക്കും ഇതിനകത്ത് ഇതിൽ പെട്ടു കിടക്കുകയാണ്. ഇത് ഭയമാണ്. ഇത് ബ്ലെസ്സിങ് തരുന്നു എന്ന് പറയുന്നതിനൊപ്പം തന്നെ ഭയവുമുണ്ട്. ഇതിനെതിരെ തിരിച്ചു പറഞ്ഞാൽ മറുകൃതി ഉണ്ടാകും, മരണവും ഉണ്ടാകും, തലമുറകൾക്ക് ശാപം ഉണ്ടാകും, തലമുറകൾ എഴഞ്ഞു നടക്കും എന്നൊക്കെ അങ്ങ് പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഇതെല്ലാം. അപ്പോൾ ഇത്തരം സാധനങ്ങൾ ഇതിനകത്തു നിന്നൊന്നും ഈ ജനതയെ മോചിപ്പിക്കാനായിട്ടുള്ള എന്ന് വെച്ചാൽ നമ്മളെല്ലാം ഇതുപോലെ ഇതേ ആത്മീയൊന്നുമല്ല. നമ്മൾ സ്പിരിച്വലി ഏകീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കലി
ഏകീകരിക്കപ്പെടുക എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതൊരു പൊളിറ്റിക്കൽ ആയുധമായിട്ട് നമ്മൾ എടുക്കാത്തിടത്തോളം അത് സംഭവം കരവൻ അവിടെ തന്നെ കിടക്കുകയുള്ളൂ. അത് വളരെ ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം തീർച്ചയായിട്ടും ഓൾറെഡി പൊളിറ്റിക്കലി തന്നെ നമ്മൾ ഡിവൈഡഡ് ആണ്. ഈ ഒരു കമ്മ്യൂണിറ്റി പൊളിറ്റിക്കലി തന്നെ ഡിവൈഡഡ് ആണ്. ഇനി ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ അല്ലെ ഒരു പർട്ടിക്കുലർ റിലീജിയനോ അല്ലെങ്കിൽ അത്തരം ഫെയ്ത്തും കൂടെ നമ്മൾ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും പിന്നെ ഓൾറെഡി റിലീജിയസ് മൈൻഡ്സിലും ഡിവൈഡഡ് ആണ്. ഒത്തിരി കമൻറ്റുകളായിട്ട് വരുമായിരിക്കാം ആണ്. അപ്പം ഒരു ഏക പൊളിറ്റിക്കൽ ഐഡിയോളജി എന്നോ ഏക റിലീജിയസ് ഐഡിയോളജിയിലേക്ക് എത്തുക എന്ന് പറയുന്നത് വളരെ എനിക്ക് തോന്നുന്നു ടഫായിട്ടുള്ളൊരു വളരെ ഇമ്പോസിബിൾ വളരെ ഇമ്പോസിബിൾ ആണ് ആയിട്ടുള്ളൊരു ഇതായിട്ട് എനിക്ക് തോന്നുന്നത്. പക്ഷേ അത്തരം പഠനങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. വളരെ കൃത്യമായിട്ട് നമ്മുടെ ഇദ്ദേഹമൊക്കെ ഉണ്ടല്ലോ, സോറി ഞാൻ പേര് പറഞ്ഞത്, രാജരത്ന അംബേദ്കറൊക്കെ ആ പാതയിൽ കൂടിയാണ് പോകുന്നത്. അവരൊക്കെ അത് അങ്ങനെ പോകുന്നുണ്ട്. അവരൊക്കെ അതാണ് പറയുന്നത്. നമ്മുടെ അത്തരം യൂട്യൂബ് ചാനലിൽ അത്തരം ഡിസ്കഷൻസ് നടത്തുന്ന മുൽനിവാസി ഇൻ്റലക്ച്വലുകൾ ഉണ്ട്. ഞാനത് ഫോളോ ചെയ്യുന്നുണ്ട്. ഫോളോ ചെയ്യുന്നുണ്ട്. എനിക്കും ആദ്യമൊന്നും ഞാൻ അതിനോട് സപ്പോർട്ടായിട്ട് നിന്നില്ലായിരുന്നു. സപ്പോർട്ടല്ല, റിയാലിറ്റിയാണ്. അങ്ങനെ അല്ല, ആളുകൾ ഓൾറെഡി ഈ പറഞ്ഞ പോലെ അംബേദ്കറായിട്ട് പൊളിറ്റിക്സ് അല്ലാത്ത പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഐഡിയോളജി ഫോളോ ചെയ്യുന്ന ആൾക്കാരും ഈ കമ്മ്യൂണിറ്റിക്ക് അതുണ്ടല്ലോ. ഇപ്പോൾ ഇടതുപക്ഷത്തോട് നിൽക്കുന്ന ആൾക്കാരുണ്ട്, മറ്റ് BJPയുടെ കൂടെ നിൽക്കുന്ന ആളുകൾ വരെ ഉണ്ട്. അപ്പം ഈ കമ്മ്യൂണിറ്റി മൊത്തം ഇതിൻ്റെ കൊടക്കീഴിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഓൾറെഡി ഒരു ഐഡിയോളജിക്ക് പോലും പറ്റാത്തൊരു സ്ഥിതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം ഹിന്ദുയിസം പോലെ ഒരു റിലീജിയൻ അല്ലെങ്കിൽ അത്തരം ഒരു ഫെയ്ത്തിൻ്റെ അകത്തുനിന്ന് ആളുകളെ മറ്റൊരു ഫെയ്ത്തിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് അത് ഞാൻ വിശ്വസിക്കാനോ വേണ്ടിയിട്ടല്ല കേട്ടോ ഞാൻ അത് ഉദ്ദേശിക്കുന്നത്. അത് അതായത് ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു യുക്തി സമൂഹങ്ങളാണ്. നമ്മളൊക്കെ യുക്തിയോടെ ചിന്തിക്കുന്നത്. ഇതിനു മുമ്പ് ഇടതുപക്ഷക്കാർക്ക് അവകാശപ്പെട്ടതും ഇപ്പോൾ അവരെ സർപ്പാസ് ചെയ്തുകൊണ്ട് അംബേദ്കറേറ്റുകൾ അവർ മാത്രമാണ് ബുദ്ധിജീവികൾ എന്ന് പറഞ്ഞ് ഇന്നതെടുത്തുകൊണ്ടാണ് ഇപ്പോൾ അംബേദ്കറേറ്റുകളൊക്കെ കൃത്യമായിട്ട് അതിലും അപ്പുറം യുക്തിഭദ്രമായിട്ട് കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട്. കാരണം ഞാൻ നോക്കിയിട്ട് ഇവർക്കുമൊക്കെ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയൊക്കെ ഭയമുണ്ട്, അങ്ങനെയൊക്കെ ഉള്ളവരാണ്. പക്ഷേ അംബേദ്കറേറ്റുകളായിട്ടുള്ളൂ എല്ലാ SC ST OBC OECകളെ അല്ല ഞാൻ പറയുന്നത്. അംബേദ്കറേറ്റുകൾക്ക് ചൊവ്വായി ഞായറോ രാഹുകാലമോ ഗുളിക നോട്ടവോ അല്ലെങ്കിൽ ഇതിനെയൊന്നും പേടിയുള്ളവരൊന്നുമല്ല. അതിൻ്റെ കാരണം അവരുടെ യുക്തിഭദ്രതയാണ്. അത് ബുദ്ധൻ്റെ കാലം മുതലോ നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു യുക്തി ചിന്തയാണ്. ഇപ്പോൾ ഇന്ത്യക്കകത്ത് നടന്നിട്ടുള്ള എല്ലാ ഒരു മൂവ്മെൻറ്റിനകത്തും അംബേദ്കറേറ്റുകളുടെ പങ്ക് വ്യത്യസ്തമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അവരെ വീണ്ടും ഈ പറഞ്ഞ പോലെ ചന്ദനക്കുറിയും അല്ലെങ്കിൽ ചന്ദനക്കുറിയൊക്കെ സൗന്ദര്യലക്ഷണവും മെഡിസിനലുമാണ്, അതൊന്നും ചെയ്യരുതെന്നല്ല ഞാൻ പറയുന്നത്, ഞാനതിനൊന്നും എതിരല്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ മതചിഹ്നങ്ങളായിട്ടും ഈ പറഞ്ഞ ജാതി ചിഹ്നങ്ങളായിട്ടും ഒക്കെ വരുന്ന, അതുപോലെ അങ്ങനെ വിശ്വസിച്ച് അല്ലെങ്കിൽ വാഗ്ദത്ത ഭൂമി കിട്ടുമെന്നോ അല്ലെങ്കിൽ അങ്ങനെ കിട്ടുന്ന മനുഷ്യരായിട്ട് വേണം എന്നുള്ളതല്ല. ബട്ട് വളരെ പ്രാക്ടിക്കലായി സ്പിരിച്വലി കൂടി അംഗീകരിക്കപ്പെടാതെ ഒരു ധമ്മയുടെ കീഴിൽ വരാതെ, ധർമ്മയല്ല ഒരു ധമ്മ എന്ന് പറയുന്ന ഒരു ഐഡിയോളജിയുടെ അതൊരു സംഹിതയാണ്, ഒരു ആശയ സംഹിതയിൽ നമ്മളെല്ലാവരും അങ്ങനെയും കൂടി അംഗീകരിക്കപ്പെടുമ്പോൾ മാത്രമാണ് നമുക്കിതിനെ പ്രതിരോധിക്കുവാനായിട്ട് പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. പക്ഷെ കാരണം എന്താണ്, പ്രത്യയശാസ്ത്രങ്ങൾ ഇപ്പോൾ ഇടതുപക്ഷ പ്രത്യയശാസ്ത്രം എത്രത്തോളം ആത്മീയതയെ തൊടുന്നില്ല. അവരും ലക്ഷാർച്ചനയൊക്കെ വരുമ്പോഴും ഉദ്ഘാടനമൊക്കെ ചെയ്യാനൊക്കെ പോകുന്നതും ഇവരൊക്കെ തന്നെയാണ്. അത് തെറ്റാണെന്നല്ല, പക്ഷെ അവരത് സപ്പോർട്ട് ചെയ്യുമ്പോൾ അവരൊരു സമൂഹത്തെ കൂടിയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അവരുടെ മന്ത്രിസഭയ്ക്കകത്ത് മുഴുവൻ അവരെ നിറച്ച് വെച്ചിരിക്കുന്ന അവരുടെ ഏത് വിഭാഗത്തിലുള്ള ആൾക്കാരാണ് കൂടുതലായിട്ട് കടന്നു വന്നിരിക്കുന്നത്? വിഭാഗത്തിലുള്ള ആളുകാരാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായി ഒക്കെ വന്നിരിക്കുന്നത് നായർ കമ്മ്യൂണിറ്റിയാണ്. എന്തുകൊണ്ടാണ്? ശബരിമലയിൽ അവർ ടച്ച് ചെയ്തു, അത് വോട്ടായിട്ട് പോകരുത്. അപ്പോൾ അതിനെ അവർ കാണുന്നത്. അപ്പോൾ ഈ ആത്മീയതയെ ചോദ്യം ചെയ്യാൻ ഈ പ്രത്യയശാസ്ത്രത്തിനും കെൽപ്പില്ല ഇന്ത്യക്കകത്ത്. പിന്നെ ഇവിടെയൊക്കെ അവർ കോംപ്രമൈസ്, അവരുടെ ഓരോ കൾച്ചറൽ പ്രോഗ്രാമുകളുടെയൊക്കെ പേരുകൾ നോക്കുക. ഈ പറഞ്ഞ ബ്രാഹ്മണ മതത്തിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള പേരുകളാണ് വരുന്നത്. അപ്പം ഇതെല്ലാ മതങ്ങൾക്കും ഈ സ്വാധീനം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ലോകത്തെല്ലായിടത്തും ആത്മീയത കൊണ്ടും ആർമി പവർ കൊണ്ടും അവരുടെ ഈ പറഞ്ഞ സൈനിക ശക്തി കൊണ്ടും മെഡിസിനൽ വാറും ഒക്കെ അഴിച്ചുവിട്ടാണ് ഈ പറഞ്ഞ തദ്ദേശ സമൂഹങ്ങളെ കീഴടക്കിയത്. ഇന്ത്യയിലും അത് തന്നെയാണ് കാണിച്ചത്. അപ്പോൾ ആ ആത്മീയതയെ ചോദ്യം ചെയ്യുവാൻ സമയത്ത്
കോൺഗ്രസിനും ധൈര്യമില്ല, കമ്മ്യൂണിസ്റ്റുകൾക്കും ധൈര്യമില്ല, ഈ പറഞ്ഞ ഏതൊരു പാർട്ടിക്കും ധൈര്യമില്ല വരുവാണ്. ആത്മീയതയെ തൊടാൻ പേടിയുണ്ട്. ആ ഒരു ആത്മീയതയെ നമ്മളെല്ലാവരും തിരിച്ച് എനിക്ക് ഭൂമി വേണം, എൻ്റെ ക്യാൻസർ സുഖപ്പെടണം എന്ന രീതിയിലൊരു ദൈവത്തെ കൊണ്ടുവന്ന് ചെയ്യണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ധമ്മയുടെ കീഴിൽ എല്ലാ മനുഷ്യരും ഏകീകരിക്കപ്പെടേണ്ടതുണ്ട്. അതേതാണെന്ന് ഞാൻ പിന്നെ ഇതിലേ ഞാൻ പറയുള്ളൂ. ഇൻ ഹരിഹർ നഗറിനകത്ത് പറയുന്നുണ്ട്, അതായത് ഇതിൽ ആരാണ് നാല് സുഹൃത്തുക്കളാണല്ലോ, ഇതിൽ ആരാണ് ഇനി, അതായത് നമ്മൾ ഒരാൾക്ക് മാത്രമേ ഈ നായികയെ കിട്ടുള്ളൂ എന്ന് പറയുന്നു, അതായത് മുകേഷ് ആനന്ദ് എന്ന് പറയുന്നു. നമ്മൾ എല്ലാവരും കൂടെ പോയിട്ട് കാര്യമില്ല, നമ്മൾക്ക് ഒരാൾക്ക് മാത്രമേ ഇത് കിട്ടുള്ളൂ. അപ്പൊ എല്ലാവരും അംഗീകരിക്കുന്നു, ശരിയാണ്. അതിലാരാണ് എന്ന് പറയുന്ന നിൽക്കുന്ന ഒരു അവസ്ഥ, ഈ ഓപ്ഷനിൽ ഏതാണ് ശരി എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ ആയിരിക്കുമല്ലോ. ഇതിപ്പോൾ എന്നെ കേൾക്കുമ്പം ദലിത് ക്രൈസ്തവരായിട്ടുള്ളവർ യേശുക്രിസ്തുവിനെ ദൈവമായി സങ്കല്പിക്കുന്നത്, ഞങ്ങൾ ഈ മൃദുലാദേവി പറഞ്ഞു ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഈ വേറെ സ്പിരിച്വാലിറ്റി, അങ്ങനെയല്ല. പക്ഷേ ആ രീതിയിലേക്ക് ഒരു തോട്ട് വികസിക്കട്ടെ ഇവിടെ. കാര്യം ഇവിടെ ഞാൻ പറഞ്ഞില്ല, ഇത്തരം തോട്ടുകളൊക്കെ ഇഷ്ടംപോലെ നടത്തുന്നവരുണ്ട്. പക്ഷെ നമ്മുടെ മെയിൻ ഇന്റലക്ച്വലുകൾ വേണ്ടിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഇതിന്റെ ഒരു കോൺസെപ്റ്റ് എനിക്ക് മനസ്സിലായി. അതായത് ചേച്ചി പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ നടക്കുന്നത് ഒരു ആത്മീയത അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബേസ് ചെയ്തിട്ടുള്ളൊരു പൊളിറ്റിക്സ് ആണ് നടന്നു വരുന്നത്. അല്ലെങ്കിൽ ആ പൊളിറ്റിക്സിനെ ബേസ് ചെയ്തിട്ടാണ് ആളുകളെ കൺട്രോൾ ചെയ്യുന്നത്, പവർ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. അപ്പൊ അതിനെ കൗണ്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതേ നാണയത്തിൽ തന്നെ കൗണ്ടർ ചെയ്താലേ സാധ്യത ഉള്ളൂ എന്നാണ് ചേച്ചി പറയുന്നത്. തീർച്ചയായിട്ടും. അയോധ്യദാസ് ഒക്കെ ഇതാണല്ലോ പറഞ്ഞത്. അയോധ്യദാസ് സൗത്ത് ഇന്ത്യയിൽ ഇതാദ്യം പറയുന്നത് അയോധ്യദാസാണ്. ഞാൻ ഇപ്പോഴാണ് പറയുന്നത്. അയോധ്യദാസൊക്കെ ആദ്യമേ പറഞ്ഞു, അയോധ്യദാസ പണ്ഡിതരൊക്കെ എന്നേ പറഞ്ഞു. അതുകൊണ്ടാണല്ലോ അയോധ്യദാസ പണ്ഡിതരിൽ നിന്ന് ആണല്ലോ ഡോക്ടർ ബി ആർ അംബേദ്കറിന് അത് മനസ്സിലാകുന്നത്. അദ്ദേഹം അത് അശോകനെ വായിക്കുന്നു, അശോകനിൽ നിന്ന് പോകുന്നു, അദ്ദേഹം ബുദ്ധനെ അറിയുന്നു. എല്ലാത്തിലൂടെ അംബേദ്കർ കടന്നുപോയി എന്നുള്ളതാണ്. ബുദ്ധനെ അറിയുക, അദ്ദേഹം അത് സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അത് ഡോക്ടർ ബി ആർ അംബേദ്കർ നാഗ്പൂരിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അതിലൊക്കെ രസമാണ്. ബുദ്ധനെയും അംബേദ്കറേയും കൂടെ അങ്ങ് ദൈവമായിട്ട് അങ്ങോട്ട് ആരാധിക്കുന്നവരുണ്ട്. ഇതിലൊരു വലിയ അപകടം എന്താണെന്നോ, ഈ ബുദ്ധനെ ദൈവമായിട്ട് ആരാധിച്ചത് കൊണ്ടാണ് കൊണ്ട് അയോധ്യ ഫിറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അവിടെ അങ്ങനെ ഒരു അപകടം കിടക്കുകയാണ്. ബുദ്ധനെ ദൈവം ആക്കുമ്പോഴാണ്, അദ്ദേഹം ദൈവമല്ലായിരുന്നു. ഇത് ദശാവതാരത്തിൽ ഒരാളാക്കി മാറ്റി. ദശാവതാര ഞാൻ പറയാം, ഒരു ഇതുണ്ട്. സിദ്ധബുദ്ധതു സ്കന്ധ വിനായക സവിതാ പാവകതു ബ്രഹ്മമചിതു യഹോവ ശക്തിതു യേശു പിതാ പ്രഭുതു. ഇങ്ങനെ എല്ലാ ലോകത്തുള്ള മുഴുവനെയും കൂടെ കൊണ്ടുവന്ന് ബുദ്ധനും നീയാണ് എല്ലാം ഇതാന്ന് പറഞ്ഞു. നമ്മളൊരു സിനിമയിലൊരു പാട്ടുണ്ടല്ലോ, വിഷ്ണുവും നീ, ശിവനും നീ, ശ്രീ മുരുകനും നീ, പരാശക്തിയും നീ, ബുദ്ധനും നീ, അയ്യപ്പസ്വാമി എന്ന് പറഞ്ഞുകൊണ്ടും ഒക്കെ ഒരു ഇതുണ്ട്. അപ്പം എല്ലാ ദൈവങ്ങളെയും ആർക്ക് വേണമെങ്കിലും എനിക്ക് വേണമെങ്കിലും എൻ്റേതാക്കാം. കാരണം ആ ദൈവങ്ങളെയൊക്കെ അത്ര ഫ്ലെക്സിബിളായിട്ട് ഉപയോഗിക്കുന്ന രീതിയിലൊക്കെ ഒരു മാനിപ്പുലേഷനൊക്കെ ഇവിടെ ആർക്ക് വേണമെങ്കിലും എടുക്കാം, ഒന്നും കുഴപ്പമില്ല. പക്ഷേ ഏറ്റവും വലിയ മാനിപ്പുലേഷൻ ദൈവത്തെ വെച്ച് നടത്തിയതിനെ നമുക്ക് തിരിച്ച് പ്രതിരോധിക്കാനായിട്ട് നമ്മുടെ കയ്യിൽ ദൈവങ്ങളും ഇല്ല, വിശുദ്ധ ഗ്രന്ഥങ്ങളും ഇല്ല എന്നുള്ള ഒരു അപര്യാപ്തത, അത് വലിയൊരു അപര്യാപ്തതയാണ്. ഇപ്പം അജിത് വാസു, രഞ്ജിത്ത് ചട്ടച്ചാൽ പോലെയൊക്കെ ഉള്ളവരുടെ വീഡിയോകൾ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. അതൊക്കെ വരും കാലങ്ങളിൽ ഫിൽട്ടർ ചെയ്തൊക്കെ ഇവിടെ വരേണ്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഫോളോ ചെയ്യുന്നത് എല്ലാവരും ഫോളോ ചെയ്യണമെന്നല്ല, കാര്യം അവർ വോളിയത്തിനകത്തുനിന്ന് എടുത്തിട്ടാണ് പറയുന്നത്. അപ്പോൾ ആ വോളിയത്തിൽ എല്ലാ ഭാഗങ്ങളും ഇവിടെ എത്തിയിട്ടില്ല. സംഭരണം വളരെ കൃത്യമായിട്ട് കേരളത്തിൻ്റെ സിനാറിയോയിൽ വന്നിട്ടുണ്ട്. ഗ്രേഡഡ് ഇൻഇക്വാളിറ്റി വളരെ കൃത്യമായിട്ടുണ്ട്. പക്ഷേ ആത്മീയതയുടെ പ്രാധാന്യം വോളിയത്തിൽ അംബേദ്കർ പറഞ്ഞത് നമ്മുടെ ഇൻ്റലക്ച്വലുകൾ ഇവിടെ എടുത്ത് കണ്ടമാനം അതിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ അതേ ഒരു പശ്ചാത്തലത്തിലാണല്ലോ ഇപ്പൊ കേരളത്തിലെ ഒരു പശ്ചാത്തലത്തിലെ PRDs പോലുള്ള പ്രസ്ഥാനം വരുന്നുണ്ടല്ലോ. അപ്പം PRDs മുൻപോട്ട് വെക്കുന്ന ഒരു ആത്മീയതയുണ്ടല്ലോ, ഒരു സബാൾട്ടൺ ആത്മീയതയുണ്ടല്ലോ, അതായത് കീഴാളർക്കിടയിൽ നിന്ന് വരുന്ന ഒരു ആത്മീയതയും ദൈവവും. അപ്പോൾ അതിൻ്റെ പ്രസക്തി എന്താണ്? അല്ല, നമ്മളിപ്പോൾ ഒന്ന് നോക്കുക, മൊത്തത്തിലുള്ള ദലിത് സമൂഹങ്ങൾക്കകത്തെ കമ്മ്യൂണിറ്റിയിൽ കുറച്ചെങ്കിലും ഒരു അഷർമെൻറ്റ് കിട്ടിയിട്ടുള്ളത്
കുറച്ചെങ്കിലും ഇത്തിരിയെങ്കിലും മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങളുള്ളത് PRDSന്റെ കീഴിൽ നിൽക്കുന്ന ആളുകൾക്കാണ്. കടങ്ങളില്ലാത്ത ഒരു സമൂഹമാണ് അത്. എല്ലാവരും അല്ല, മോസ്റ്റ് ഓഫ് ദം. അത് ആ സഭ അതുപോലെ ശ്രദ്ധിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഇതുണ്ട്. സ്വന്തമായിട്ട് ആരാധനാലയങ്ങളുണ്ട്, മറ്റുള്ളവരുടെ പുറകെ പോകേണ്ട കാര്യം വരുന്നില്ല. സ്വന്തമായിട്ട് ആരാധനാലയങ്ങൾ ഇതെല്ലാം അവർക്കുണ്ട്. ചിട്ടയായ ഒരു ഭദ്രതയുള്ളൊരു ജീവിതമൊക്കെ ഉണ്ട്. ഓക്കെ, ഈ SNDP ഒന്ന് നോക്കുക. ഓക്കെ, അപ്പം ഇവിടെയൊക്കെയും ഈ ഒരു സംഭവം കടന്നു വന്നതിൻ്റെ ഒരു മാറ്റമുണ്ട്. ദലിത് ക്രൈസ്തവരെ നോക്കുക. ഓക്കെ, ദലിത് ക്രൈസ്തവർക്കിടയിൽ വെറുതെ ദലിതരായിട്ട് ഞാൻ പറഞ്ഞല്ലോ SC വിഭാഗക്കാരായിട്ട് നിൽക്കുന്നവർ എങ്ങനെയെങ്കിലും ഇത്തിരി കഴിയുമ്പം ആ ഒരു നിൽക്കുന്നവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് അവരുടെ ചിന്തകൾ, ആറ്റിറ്റ്യൂഡുകളിലൊക്കെ വളരെ വളരെ മാറ്റമുണ്ട്. വളരെ പോസിറ്റീവ് ചിന്താഗതി വളരെ കൃത്യമായിട്ട് ഉണ്ട്. പക്ഷേ ഇവിടെ ഇപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ ഞാൻ പറഞ്ഞത് ഒരു ആത്മീയ ധാരയിലൂടെ പോകുന്നതിൻ്റെ ഗുണമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞത് പ്രത്യക്ഷ രക്ഷാ ദൈവസഭയിലാണെങ്കിൽ വിവിധ ദലിത് സമൂഹങ്ങളെ, അതായത് ദലിത് ആദിവാസി സമൂഹങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു ചിന്താധാരയുടെ കീഴിൽ കൊണ്ടുവന്ന് നിന്നുകൊണ്ട് അവരെ വേറെ ഒന്നിനും ബ്രേക്ക് ചെയ്യാൻ സാധിക്കില്ല. ചില്ലറ ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതല്ലാതെ അവർ ഈ പറഞ്ഞതുപോലെ നമ്മുടെ കൊച്ചാട്ടൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. PRDS പൊയ്ക്കാലപ്പച്ചൻ ഇന്നിവിടെ നിലനിൽക്കുന്നത് പ്രത്യക്ഷ രക്ഷാ ദൈവസഭയിലെ വിശ്വാസികൾ ഉള്ളതുകൊണ്ടാണ് പൊയ്ക്കാലപ്പച്ചൻ ഇന്നിവിടെ ജീവിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതൊക്കെ എളുപ്പത്തിൽ കൊണ്ട് അയോധ്യയിലൊക്കെ കൊണ്ട് വെക്കാവുന്നതേ. അടിമ വിഷയം എന്നൊരു സംഭവം ഇല്ലായിരുന്നെങ്കിൽ, അവിടെ അടിമ വിഷയം ചിന്താപദ്ധതിയായിട്ടില്ലായിരുന്നെങ്കിൽ പൊയ്ക്കാലപ്പച്ചന് അവിടോട്ട് യാത്ര പോകാം, അയോധ്യയിലേക്കെന്ന് വരെ ഞാൻ ചിന്തിക്കുന്നു. എല്ലാം ഇപ്പം സ്വാമി ശുഭാനന്ദ സ്വാമിയൊക്കെ കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട്. അതെ, ഞാൻ പറഞ്ഞത് ആത്മീയതയെ ഇന്റലക്ച്വൽസ് പരിഗണിച്ചിട്ടില്ല എന്നാണല്ലോ പറഞ്ഞത്. പറയുന്നുണ്ട്, ഒരു ചിന്താ പദ്ധതിയായിട്ട് എല്ലാവരിലും യൂത്തിൽ അത് എത്തിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. യൂത്തിൽ വളരെ നന്നായിട്ട് വോളിയങ്ങളൊക്കെ പഠിക്കുന്നത്. ഇപ്പം ഞാൻ പറയുന്നത് എന്താ സംഘമിത്ര യുവരാജിനെ പോലെയൊക്കെ ഉള്ളൊരു ഭയങ്കര രസമായിട്ട് പറയുന്നുണ്ട്. അവരൊക്കെ കാണാപ്പാടം പറയുന്നത്, വലിയ പ്രായമൊന്നുമില്ല. പക്ഷേ എങ്കിലും അവർക്കതിൻ്റെ പ്രാധാന്യം അറിയാം. അവർ വളരെ കൃത്യമായിട്ട് ആത്മീയമായിട്ടുള്ള 23 വയസ്സം കണ്ടേ ഉള്ളൂ അദ്ദേഹത്തിനൊക്കെ. അതങ്ങനെ നന്നായിട്ട് പറയുമ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിൽ അത്രയും വന്നിട്ടില്ലാതെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അവരെ ചിലപ്പോൾ എന്നെ ആ തൊട്ടിലോട്ടൊക്കെ ആ പിള്ളേരൊക്കെ ആയിരിക്കും നടന്നത്. പിന്നെ ഒസ്മാനിയ യൂണിവേഴ്സിറ്റി എന്നുള്ള കുട്ടികൾ, അവർക്കൊക്കെ നല്ല, അതായത് ഒസ്മാനിയ യൂണിവേഴ്സിറ്റി എന്നുള്ള കുട്ടികളിൽ ദളിത് നോൺ ദളിസിനൊക്കെ ഈ ഐഡിയ വന്നിട്ടുണ്ട്. നമ്മുടെ അവിടെ അതങ്ങ് കറക്റ്റായിട്ട് വന്നിട്ടില്ല എന്നുള്ളൊരു. നമ്മുടെ ഇന്റലക്ച്വൽസ് ഇപ്പോഴും പഴയ ഇന്റലക്ച്വൽസ് ആയാലും എല്ലാവരും ഈ പറഞ്ഞ എല്ലാ ആളുകളിലും, പിന്നെ നമ്മുടെ ദലിത് ഇതൊക്കെ വിഷയമായിട്ട് വേദികളിലും വരണം. എന്നെയൊക്കെ വിളിക്കുവാണെങ്കിൽ ഫെമിനിസം പറഞ്ഞു, ഫെമിനിസത്തിനകത്ത് നമുക്ക് ഇത് പറയാനായിട്ടുള്ളൊരു ഓപ്ഷൻ കിട്ടുന്നില്ല. അങ്ങനെ വരുന്നുണ്ട്. ഇപ്പം കൊടുക്കുന്ന ടോപ്പിക്ക് കൊണ്ടും ആവാം, ചാനലിൽ വിളിക്കുന്ന ചർച്ചകളിലും. പിന്നെ വേറെ എവിടെയാണ് നമ്മൾ കൂട്ടായ്മകളിൽ പറയുന്നില്ല. കൂട്ടായ്മകൾ നമ്മൾ രൂപപ്പെടുത്തി പഠിപ്പിച്ചെടുക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പം അത് കറക്റ്റാണ്. ഒരു വേദികൾ ഉണ്ടായി വരണം. ഇത്തരം ടോപ്പിക്സ് കൂടുതൽ ചർച്ച ചെയ്യപ്പെടണം. ഇന്റലക്ച്വൽസ് മാത്രമല്ല, പ്രത്യേകിച്ച് മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റിക്കിടയിൽ പല കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ. ദലിത് എന്ന് പറയുമ്പോൾ SC/ST മാത്രമല്ല, OBC ആണെങ്കിലും OAC ആണെങ്കിലും ഈ കമ്മ്യൂണിറ്റീസിലെല്ലാം പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പരസ്പരം ആശയങ്ങൾ പങ്കുവെക്കാനും ഉള്ള വേദികൾ, ഒരു വേദി എന്നുള്ളതല്ല, നിരവധി വേദികൾ ഉണ്ടാവുകയും ഇത്തരം ചർച്ചകൾ നടക്കുകയും അവരവരുടെ നിലപാടുകൾ പങ്കുവെക്കുകയും അതിൽ നിന്നൊരു കോമൺ നിലപാടുണ്ടായി വരികയും അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ ഉള്ളൂ ഈ പറയുന്ന ഈ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ഒരു ജനാധിപത്യപരമായ ഒരു അഭീവൽ അല്ലെങ്കിൽ ഒരു ഉയർച്ച ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും. പിന്നെ ഞാനിപ്പോൾ ഇല്ലേ, ഇത് പെട്ടെന്ന് ഒരു ചർച്ചയിലോ ഇതിലൊന്നും ഒരു സംഭവം നടക്കില്ല എന്നുള്ളതാണ്. നമ്മളൊന്ന് പറഞ്ഞു നോക്കുകയാണ്. വോളിയത്തിൽ കിടക്കുന്നത് തന്നെയാണ് ഞാൻ ഇതിൽ കൂടെ പറയുന്നത്. പക്ഷേ കുറേ കഴിഞ്ഞ് എനിക്ക് പോലും ഇത് തലയിലോട്ട് ഗ്രഹിച്ചത് ഞാൻ ഏറെ കാലം കഴിച്ചിട്ടൊക്കെയാണ് എനിക്ക് ഈ ഒരു ആശയത്തിലേക്ക് ഞാൻ കയറുന്നത്. അപ്പം പെട്ടെന്നൊരു ദിവസം ഞാനും അത് പ്രതീക്ഷിക്കുന്നില്ല. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഗ്രാജ്വലായിട്ട് നടക്കുന്ന ലോങ് പീരീഡ് ഓഫ് ടൈം അത് വരുന്നുണ്ട്, വേണം എന്നുള്ളതാണ്. പക്ഷെ അത് ചിന്തിക്കാത്തിടത്തോളം ഈ പറഞ്ഞ പോലെ ഇനി കാരവൻ മുന്നോട്ട് പോകണമെങ്കിൽ അതിലെ പ്രധാന ഒരു ഫ്യൂലായിട്ട് ഇത് തന്നെ വേണം എന്നാണ്. ഇത് വേണ്ടതുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഒരുപാട് സീരിയസ് വിഷയങ്ങളാണ് ഇത്ര സംസാരിച്ചത്. ഇപ്പോൾ കുറച്ചൊന്ന് ഒരു പോയിന്റ് കൂടെ സീരിയസ് ആയിട്ട് കാര്യം കൂടെ ഞാൻ പറഞ്ഞത്
നമുക്ക് അവബോധം ഉണ്ടാകേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇതൊക്കെയും തന്നെയും വോളിയത്തിനകത്ത് നിന്ന് വന്നത് പല ഇൻ്റലക്ച്വൽസ് പറഞ്ഞത് ഞാൻ എടുത്തു പറയുന്നതാണ്. നമ്മൾ ഈ ക്ഷത്രിയരെ, ബ്രാഹ്മണർക്കൊപ്പം തന്നെ ക്ഷത്രിയരെ വായിക്കപ്പെടുന്നുണ്ട്. അതൊക്കെ ഇവിടെ ഒരു ഭയങ്കര നിർമ്മിക്കലായിട്ടുള്ള ഒരു ഇതാണ്. യഥാർത്ഥത്തിൽ ക്ഷത്രിയർ എന്ന് പറഞ്ഞാൽ കേത്തറിയരാണ്. കേത്ത് പരിപാലിച്ച മനുഷ്യരാണ് ക്ഷത്രിയ സമൂഹങ്ങൾ. ഓക്കെ, അതായത് ഇവിടുത്തെ തദ്ദേശവാസികളായിട്ടുള്ള മനുഷ്യർ തന്നെയായിരുന്നു. അവർക്ക് കേത്ത് ഉണ്ടായിരുന്നു, അവർ പരിപാലിച്ചവരാണ്. അവരിൽ നിന്ന് ഒരു ഭരണ സമൂഹങ്ങളായിട്ട് ഇവിടെ നിന്നവരായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ രാജസമൂഹങ്ങൾ ഇന്നിപ്പം നമുക്ക് ക്ഷത്രിയർ എന്ന് പറയുമ്പോൾ നമ്മൾ അവരെ ഒരു വലിയ ഒരു ഉന്നത കുലജാത പദവിയിലേക്ക് അവർ മാറ്റപ്പെട്ടു പോയി. യഥാർത്ഥത്തിൽ അല്ലായിരുന്നു. ആ പേരിനൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ബുദ്ധൻ ക്ഷത്രിയനാണ്, അശോകനൊക്കെ ക്ഷത്രിയരായിട്ടാണ് നമ്മുടെ കരിക്കുലങ്ങി വന്നിട്ടുള്ളത്. ഇവരൊന്നും അതല്ലായിരുന്നു. അതൊന്നും ഇവിടെ എല്ലാവരും അത് എത്തിയിട്ടില്ല. ഇവരൊക്കെയും എന്തായിരുന്നു, പിന്നെ നമ്മുടെ ഒന്നാം ചേര രാജാവ്, ഉദയൻ ചേരലാതൻ, ചോളൻ ചെങ്കുട്ടവൻ, ഇങ്ങനെയുള്ളവരൊക്കെയും ഇത്തരത്തിലുള്ള കേത്തിരിയറുകളായിരുന്നു. ഓക്കെ, നമ്മുടെ ഇന്ത്യയുടെ ഹിസ്റ്ററിയിൽ ഇതെല്ലാം ഉണ്ട്, ഇതെല്ലാ രാജ്യങ്ങളുണ്ട്. ഇവരൊക്കെ ആയിരുന്നു കേത്തിരി. പക്ഷെ പിന്നീട് ഈ പറഞ്ഞവനെ ഈ മീമാംസകൾ ആണ് പിന്നീട് ഈ പറഞ്ഞ ബ്രാഹ്മണ മതമായിട്ട് മാറുന്നത്. ബുദ്ധമതം വളരെ ബുദ്ധധമ്മ മതം ധമ്മയാണ്. അപ്പോൾ ബുദ്ധധമ്മ അങ്ങനെ ശക്തമായിട്ട് നിൽക്കുന്ന സമയത്താണ് ഇത് പിന്നീട് ഈ പറഞ്ഞ അതുവരെ ഈ ഇറച്ചി മീനും ഒക്കെ കഴിച്ചുകൊണ്ടിരുന്നവർ ഈ പറഞ്ഞ പോലെ വെജിറ്റേറിയനിസം സ്വീകരിക്കുന്നുണ്ടും ബ്രാഹ്മണ മതത്തെ പരിഷ്കരിക്കുക, ബ്രാഹ്മണ മതമായിട്ട് അതങ്ങ് രംഗത്ത് വരുമ്പോൾ അവരിൽ നിന്നുള്ളൊരു വിഭാഗത്തെ തന്നെ ഭരണത്തിന് വേണ്ടി ക്ഷത്രിയരായിട്ട് അവതരിപ്പിക്കുകയും അവർ സവർണ സമൂഹങ്ങളാവുകയും ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പഠനങ്ങളൊക്കെ ഇഷ്ടം പോലെ ഇതോടെ ലഭ്യമാണ്. അപ്പം ഇന്നിപ്പം നമ്മൾ തന്നെ ശാക്യവംശ രാജവംശത്തിലെ എന്നൊക്കെ പറഞ്ഞ് ബുദ്ധനെയൊക്കെ അങ്ങോട്ട് ക്ഷത്രിയനായിട്ട് കരുതുകയും ബുദ്ധനെയൊക്കെ നമ്മളിൽ നിന്ന് ബഹുദൂരം അകറ്റി, അശോകനെ ബഹുദൂരം അകറ്റി. അപ്പോൾ ഇവിടെ മഹാനായ അശോകൻ എന്ന് പറയുന്ന ഒരു പിന്നോക്കനായ രാജാവായിരുന്നു. എന്താ പറയാത്തത്? അത് പിന്നോക്കനാണെന്നത് പറയേണ്ട കാര്യം അദ്ദേഹം പിന്നോക്കനായതുകൊണ്ടാണല്ലോ ഈ ഇന്ത്യയിൽ ഒരിടത്തും അദ്ദേഹത്തിൻ്റെ പ്രതിമ വെക്കാത്തത്. ആരെങ്കിലും സ്വന്തം നിലയിലൊരു ചില അർത്ഥകായ വെച്ചിട്ടുണ്ടെങ്കിൽ അതാരും തല്ലിപ്പറിച്ച് കളഞ്ഞിട്ടുമുണ്ട്. ഞാൻ താമസിക്കുന്നതിൻ്റെ ആ ഭാഗത്തൊരെണ്ണം ഇങ്ങനെ ചെറുതൊരെണ്ണമുണ്ട്, പക്ഷെ അത് വലിയ നോട്ടബിൾ ഒന്നുമല്ല. ഇവിടെ ഒരു പൂർണ്ണകായ പ്രതിമയൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ദീക്ഷഭൂമിയിലും ഉണ്ട് അശോക അംബേദ്കർ ധമ്മയാത്ര നടത്തി അത് വെക്കുന്നത്. ഇത്തരത്തിലുള്ള തിരിച്ചുപിടിക്കലും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത്തരത്തിൽ ഈ തിരിച്ചു പിടിക്കണം. അപ്പം നമ്മൾ ബുദ്ധ ധമ്മയെ ആണ് തിരിച്ചു പിടിക്കുന്നത്. ധമ്മ ഒരു ആശയ സംഹിതയാണ്. ആ ധമ്മയെ നമ്മൾ തിരിച്ചു പിടിക്കുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രബല സമൂഹം, അതായത് ഹിന്ദുക്കുഷ് പർവ്വത നിരകൾ വരെ ഉണ്ടായിരുന്ന ഒരു മഹാനായ അശോകൻ എന്ന് പറയുന്ന വ്യക്തിയൊക്കെ ക്ഷത്രിയനായിട്ട് എന്തിനാണ് അവതരിപ്പിക്കുന്നത്? അപ്പോൾ അത്തരത്തിലുള്ള പക്ഷെ ഇപ്പം ക്ഷത്രിയൻ എന്ന് പറയുന്ന സ്റ്റാറ്റസ് എവിടെ പോയി നിൽക്കുന്നു? അവരുടെ ഈ പറഞ്ഞ ബ്രാഹ്മണരെ ക്ഷത്രിയരോ അവരല്ല കുറ്റം പറയുന്നത്. അവരിൽ നിന്നുള്ള ഒരുപാട് ഇൻ്റലക്ച്വലുകൾ നമ്മുടെ ഇടങ്ങളിൽ പ്രശാന്ത് അബുലിനെ പോലുള്ളവരൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, ഒരുപാട് പേരുണ്ട്. നമുക്ക് ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേര് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അത് അവർക്കെല്ലാവർക്കും അവരും കൂടി ഇതൊക്കെ ഏറ്റു പറയട്ടെ. പക്ഷേ നിലവിലെ ഞാനിത് ഇപ്പം ചേച്ചി ഇത് പറഞ്ഞുകൊണ്ട് പറയുകയാണ്, ഇപ്പം ബുദ്ധ ധമ്മയാണ് നമ്മൾ പറയുന്നെങ്കിലും അല്ലെങ്കിൽ ഇപ്പം നിലവിലെ പ്രചരണത്തിലുള്ള ബുദ്ധമതമാണല്ലോ പ്രചരണത്തിലുള്ളത്. അത് ഹൈന്ദവ ധർമ്മം അല്ലെങ്കിൽ ഹൈന്ദവ രീതികളുടെ ഒരു മറ്റൊരു വേർഷനായിട്ടായിരുന്നു ഇപ്പം നിൽക്കുന്നത്. അതായത് ബ്രാഹ്മണ മതം പറയുന്ന പോലെ തന്നെ അതിൻ്റെ ഒരു മറ്റൊരു വേർഷൻ എന്ന നിലയിലാണ് ഇപ്പോൾ ബുദ്ധമതം നിൽക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ ആചാരങ്ങളാവട്ടെ, അതിൻ്റെ രീതികളും മറ്റൊക്കെ ആ ഒരു ഫോർമാറ്റിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പം അംബേദ്കറായിട്ട് നിൽക്കുന്ന ബുദ്ധിസ്റ്റുകൾ ചിലപ്പം അതിലേക്ക് കുറച്ച് മാറ്റങ്ങൾ വരുത്തുന്നുണ്ടായിരിക്കാം. പക്ഷേ ഇതിൻ്റെ ഒരു പ്രബലമായ സൈഡ്, അംബേദ്കറായിട്ട് അല്ലാത്തുള്ള ബുദ്ധിസ്റ്റ് സൈഡ് ഏതാണ്ട് ഹിന്ദു മതത്തിൻ്റെ അതേ അല്ലെങ്കിൽ ബ്രാഹ്മണ മതത്തിൻ്റെ അതേ ഫോർമാറ്റിൽ തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നിലനിൽക്കെ ഇതിൻ്റെ ഒരു സ്കോപ്പ്, അതായത് ഇത് ഈ ബുദ്ധമതത്തിൻ്റെ പ്രചരണം സംഭവിക്കുമ്പോൾ അത് നേരിടുന്ന ഏറ്റവും അതിനെതിരെ വരുന്നൊരു വിമർശനമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്? അത് യഥാർത്ഥത്തിലുള്ള നമ്മുടെ ബുദ്ധധമ്മ ഏതാണെന്ന് നമ്മൾ തിരിച്ചറിയുക. അത് വോളിയത്തിൽ വളരെ കൃത്യമായിട്ടുണ്ട്. പിന്നെ അതല്ലാതെയുമുള്ള പഠനങ്ങളുണ്ട്. അതല്ലാതെയുള്ള പഠനങ്ങളിലേക്ക് നമ്മളിപ്പോൾ കേവലം അംബേദ്കറി മാത്രമല്ല ബുദ്ധൻ്റെ പഠനങ്ങൾ ഒതുക്കേണ്ടത്, അല്ലാതെയുള്ള പഠനങ്ങൾക്കകത്തൂടെയൊക്കെ കടന്നു പോകേണ്ടതുണ്ട്. കറക്റ്റ് ഇപ്പോൾ ഈ തരുൺ പറഞ്ഞത് മഹായാനമാണ് വരുന്നത്, മഹായാന ബുദ്ധിസം ആണ് വരുന്നത്. ഈ മഹായാന ബുദ്ധിസം എന്ന് പറയുന്നത് പക്കാ ബ്രാഹ്മണ മതം തന്നെയാണ്.
അത് ഒരു മാറ്റവും ഇല്ല. അപ്പോൾ ഈ മഹായാന ബുദ്ധിസ്റ്റുകളാണ് ഈ നമുക്കെല്ലാവരും നമ്മളെല്ലായിടത്തും ഈ കാണുന്നത്. എവിടെയെങ്കിലും ബുദ്ധിസത്തിന് സ്വീകാര്യത ഉണ്ടെങ്കിൽ അത് ആ മഹായാന ബുദ്ധിസ്റ്റുകൾക്ക് തന്നെ. അംബേദ്കറേറ്റുകൾ അതല്ല. കാരണം ഡോക്ടർ BR അംബേദ്കർ അദ്ദേഹത്തിൻ്റെ പ്രതിജ്ഞയിൽ പറയുന്നുണ്ടല്ലോ, ഈ രാമൻ കൃഷ്ണൻ പോലെയുള്ള ദൈവങ്ങളെ ഞങ്ങൾ ആരാധിക്കുന്നില്ല എന്ന് അദ്ദേഹം പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് തേരവാദ ബുദ്ധിസമാണ് ശരിക്കും പറഞ്ഞാൽ അംബേദ്കറേറ്റുകളുടെ ബുദ്ധിസം. അതിൽ ബുദ്ധൻ ദൈവവുമല്ല. ബുദ്ധൻ ഒരു യുക്തി ചിന്തയോടെ അദ്ദേഹം ഒരു അധികാരമുണ്ടായിരുന്ന ഒരു കുടുംബത്തിലെ ഒരു വ്യക്തിയായിരുന്നു. അതിലപ്പുറം അദ്ദേഹത്തിന് ദൈവിക പരിവേഷം ഒന്നുമില്ല. പിന്നീട് ഈ പറഞ്ഞ പോലെ ദലൈലാമയെ പോലെയുള്ള ബ്രാഹ്മിൻ ആയിട്ടുള്ള ആളുകൾ ആണ് ഇതിൽ വിഷ്ണുവിനെയും ഇതിനെയെല്ലാം ഉൾച്ചേർക്കുന്നത്, ഇതിലേക്ക് കൊണ്ടുവരുന്നത്. ദലൈലാമ കേരളത്തിൽ വരുമ്പോൾ ചെറുകോൾ ഹിന്ദുമത കൺവെൻഷനിലൊക്കെയാണ് പോകുന്നത്, അല്ലാതെ നമ്മുടെ ഈ പറഞ്ഞ ദീക്ഷാഭൂമിയിലൊന്നും വരുന്നില്ല അല്ലേ. അവിടുത്തെ ബുദ്ധനെ വേണ്ട. ഇപ്പം നമ്മുടെ ഇത് സ്റ്റഡിക്ക് വേണ്ടി തന്നെ നമ്മുടെ ദിനുവയിൽ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് അവിടെ ചെന്നിട്ട് ദിനു എന്നോട് പറഞ്ഞിട്ട്, ചേച്ചി ഇവിടെ ഡോക്ടർ BR അംബേദ്കർ ബുദ്ധമതം സ്വീകരിച്ചതോ അതേ ഇത്ര വലിയ ഇതായിട്ട് എടുക്കുന്ന ഒന്നും അതിൽ പറയുന്നില്ല. അവിടെ ഈ ഓംകാരവും ഈ പറഞ്ഞ ബാക്കി കാര്യങ്ങളൊക്കെയാണ് അവിടെ പോകുന്നത്. അപ്പം നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ മഹായാന ബുദ്ധിസം, ഇപ്പം എനിക്കറിയാം തിരുവനന്തപുരത്തു നിന്നുള്ള ഇൻ്റലക്ച്വലുകളൊക്കെ മഹായാന ബുദ്ധിസത്തിൻ്റെ വക്താക്കളാണ്. അവരിവിടെ അംബേദ്കറേറ്റ് ഇടങ്ങളിൽ നുഴഞ്ഞു കയറുന്നതുകൊണ്ട് ഇതെന്നെ കേൾക്കുമ്പോഴും എന്നെ വന്നൊക്കെ ഭയങ്കരമായിട്ട് ഫലിക്കുന്ന ആൾക്കാരുമാണ്. അവരവരിൽ നിന്ന് ഗ്രാൻഡ് അടക്കം സ്വീകരിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഇതൊക്കെ ഇതാണെന്നുള്ളത് ഈ പറഞ്ഞ അതിനെയൊക്കെ തുറന്ന് വിമർശിക്കാൻ സാധിക്കണം. മഹായാന ബുദ്ധിസം യാതൊരു തരത്തിലും നമ്മുടെ ഡോക്ടർ BR അംബേദ്കർ അനുശാസിക്കുന്നത് അല്ല. ഡോക്ടർ BR അംബേദ്കർ എന്നുള്ളതല്ല, ബുദ്ധ സംഹിതയിലില്ല. അത് ബുദ്ധ സംഹിതയല്ല, അത് മേക്ക് ചെയ്തെടുത്തതാണ്. ഈ മഹായാന ബുദ്ധിസം മേക്ക് ചെയ്ത് അതിൽ ഈ പറഞ്ഞതുപോലെ തന്നെ വിഗ്രഹാരാധന അല്ലെങ്കിൽ ബുദ്ധനെ ദൈവമൊക്കെ ബുദ്ധൻ്റെ കയ്യിൽ തന്നെ ഒരു പൂവൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ കൊണ്ടുവച്ചിരിക്കുന്നതൊക്കെ അങ്ങനെയാണ്. അവരുടെ കാലഘട്ടത്തിലാണ് ബുദ്ധനെ വിഗ്രഹവൽക്കരിക്കുന്നത്. അതുകൊണ്ടാണ് വളരെ ഈസിയായി അവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. എവിടെയാണ്? അയോധ്യയിൽ ആ ബുദ്ധനെയാണ് അവർ കൊണ്ടുവച്ചിരിക്കുന്നത്. അംബേദ്കറുടെ ബുദ്ധനെ അവർ കൊണ്ടുവെക്കുന്നില്ലല്ലോ. അംബേദ്കർ പറയുന്ന അല്ലെങ്കിൽ യഥാർത്ഥ ഈ പറഞ്ഞ ബുദ്ധൻ ഇവിടെ ജീവിച്ച് മരിച്ച ബുദ്ധൻ്റെ യുക്തിസഹമായ ആലോചനയെ അവരെടുക്കുന്നില്ല. അത് കാരണം അതിൻ്റെ ഫോളോവേഴ്സായിട്ട് നിൽക്കുന്നവർ മുഴുവനും ഇവിടുത്തെ SC ST OBC വിഭാഗക്കാരാണ് എന്നുള്ളതാണ്. മഹാരാഷ്ട്രയിലോട്ടൊക്കെ ബുദ്ധിസ്റ്റ് എന്ന് പറഞ്ഞാൽ SC എന്നാണ് അർത്ഥം. അങ്ങനെ തന്നെയാണ് അതങ്ങനെ വരുന്നത്. നമ്മൾ ദളിതർ എന്ന് പറയുമ്പോൾ എന്താണ് കിട്ടുന്നത് അത് തന്നെയാണ് അവിടെ കിട്ടുന്നത്. ബുദ്ധിസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ മതി, അവർക്ക് അകറ്റേണ്ടത് കൃത്യമായിട്ട് അകറ്റാൻ അവർക്ക് കൃത്യമായിട്ട് അറിയാം. ബാക്കിയുള്ളവർ ബുദ്ധിസ്റ്റ് എന്നല്ല പറയുന്നത്, മഹായാന ബുദ്ധിസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അവർക്കറിയാം അവർക്ക് സീറ്റ് കിട്ടും. ഓക്കെ, എന്തായാലും ഞാൻ ഇപ്പോൾ ഈ ഒരു ബുദ്ധ മതത്തെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ ഇത് പറഞ്ഞാണ്. കാരണം കേരളത്തിലേക്ക് ഇതിൻ്റെ ഒരു ആശയം വന്നുകൊണ്ടിരുന്ന സമയത്ത് ഇത് നേരിട്ടൊരു വിമർശനമാണേ. അത് മാത്രമല്ല, ഈ കൺവേർഷൻ അല്ലെങ്കിൽ മറ്റ് മതങ്ങളിൽ നിൽക്കുന്ന എന്നാൽ ആ മതത്തിൽ നിൽക്കാൻ താല്പര്യമില്ലാത്ത ആളുകളുണ്ടല്ലോ പൊളിറ്റിക്കലി. അപ്പോൾ അവർക്ക് ഇതിലേക്ക് വരാനായിട്ട് താല്പര്യമുണ്ടെങ്കിലും എന്നാൽ ഇതിൻ്റെ ഒരു ഇത്തരം സ്വഭാവം കാരണം ഇതിലേക്ക് വരാതിരിക്കുന്ന ഒരു രീതിയും ഇപ്പോൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണ് ഞാൻ മുമ്പ് പറഞ്ഞൊരു PRDs പോലുള്ള ആത്മീയ പ്രസ്ഥാനങ്ങളെ പലരും ഒരു ഓപ്ഷനായിട്ട് കാണുന്നുണ്ട്. അതാണ് ഞാൻ മുമ്പ് അത് സൂചിപ്പിച്ചത്. പക്ഷെ അതിൻ്റെതായ ഇപ്പോൾ എല്ലാ ഐഡിയോളജിക്കും അല്ലെങ്കിൽ പ്രത്യേകിച്ചൊരു മതം എന്ന ചട്ടക്കൂടി നിൽക്കുന്നതിന് അതിൻ്റെതായ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട് ഓരോ വ്യക്തികളുടെ ചിന്തിക്കുന്നതിൻ്റെ രീതി അനുസരിച്ച്. അപ്പം ഈ പറഞ്ഞ പോലെ ബുദ്ധമതത്തിന് അതിൻ്റെതായ ഈ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ PRDസിനും അത്തരം പ്രശ്നങ്ങൾ കണ്ടേക്കാം. അപ്പം ഇത് ഈ ആത്മീയതയിലൂടെ ഏകീകരിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് എനിക്ക് തോന്നുന്നു കുറേ കാലം കൂടി നമ്മൾ അതിനു വേണ്ടി സഞ്ചരിക്കേണ്ടതുണ്ട്. കാരണം ഇപ്പം ഞാൻ പറഞ്ഞത് ഒരു 10-30 വർഷമെങ്കിലും ഇനിയും എടുക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അല്ലെങ്കിൽ 90കളിൽ പേന പിടിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് കോളേജിനകത്ത് അംബേദ്കർ സത്തിന് കയറി പറ്റാൻ സാധിച്ചത്, കരിക്കുലത്തിനകത്തും കയറി പിടിച്ചത്. 90കളിൽ വളരെ ശക്തമായിട്ട്, അതിന് മുമ്പൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ആ ശക്തമായ പേന പിടിക്കൽ. പിന്നെ സ്ത്രീകളുടെ ഒരു കുത്തൊഴുക്ക് 2000-ൽ ഉണ്ടാകുന്നുണ്ട്. ഒരു വടയമ്പാടി സമരം ഒരുപാട് സ്ത്രീകളെ ഇവിടെ കൊണ്ടുത്തന്നു. ഒരു ദളിത് ഹർത്താലിന് ഒരുപാട് പേരെ കൊണ്ടുതരാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം അത്തരത്തിലുള്ള ആകസ്മികതകൾ ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അല്ലെങ്കിൽ പിന്നെയും കുറേ വർഷം അങ്ങനെ പെട്ടെന്ന് ആൾക്കാർ വർദ്ധിക്കും തോറും ഇതിലേക്ക് വരും തോറും, കാരണം ഈ ഇതൊരു ഇല്ലായ്മ സമൂഹമായിട്ട് ഉള്ളായ്മകളിൽ ആരെയും ഇവരെ കാണുന്നില്ലല്ലോ. അപ്പം ഈ
നമ്മൾ ഈ ഇത്തരത്തിലുള്ള നിറവുകളോടെ നമ്മൾ ഇതിനെ എടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞത് സിസ്റ്റം മോശമാണെങ്കിൽ ചോദ്യം ചെയ്യുക എന്നുള്ളത് ഇത് ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ഒരു ക്യാരക്ടറാണ്. ഈ ക്യാരക്ടർ എവിടെ നിന്നാണ് കിട്ടുന്നത്? തീർച്ചയായിട്ടും അത് ബുദ്ധൻ്റെ കാലം മുതൽ ഉള്ള ഒരു പാരമ്പര്യമാണ്. ഓക്കെ, ആ പാരമ്പര്യം 1000ഓളം വർഷം ബ്രാഹ്മണ്യത്തോട് നിരന്തരം കലഹിച്ച വേറൊരു ഡോക്ടറിന് ഇവിടെ ഇല്ലായിരുന്നു. ആ ഡോക്ടറിനാണ് ഇവിടെ നമ്മൾ എടുക്കുന്നത്. അല്ലാതെ ആ ബുദ്ധൻ എന്ന് പറയുന്ന വ്യക്തിയെ ദൈവമായിട്ട് ആരാധിച്ചാൽ ഇനി അതിനെ കൂടി ദൈവമായിട്ട് ആരാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അതും കൂടി നമ്മൾ ചുമക്കേണ്ടി വരും. എന്തോ ദീർഘവീക്ഷണത്തിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ കോട്ട് ധരിച്ചതുകൊണ്ടാണ് ഇപ്പം ദൈവമാകാതെ അല്ലെങ്കിൽ അയോധ്യക്കകത്ത് പോയിരുന്നേനെ. ഇപ്പം ഈ പറഞ്ഞതുപോലെ ബുദ്ധ ധമ്മയ്ക്ക് അതിൻ്റെ കൃത്യമായ പ്രചാരം വന്നുകൊണ്ടിരുന്നപ്പോൾ അതിനകത്ത് ജാതിരഹിതമായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അത് തകർക്കപ്പെടുന്നതും. അപ്പോൾ ആ സമയത്ത് ഈ പറഞ്ഞ ഹീനയാനയെന്നും മഹായാനയെന്നും 2ആയിട്ട് തിരിയുന്നുണ്ട്. ആ തിരിഞ്ഞപ്പോൾ ഇവർ ഇട്ട പേര്, അതായത് ഈ ഹൈന്ദവ അതായത് ബ്രാഹ്മണ മതത്തിൻ്റെ മുഴുവൻ കൾച്ചറുകളോടും കൂടി ഷേപ്പ് മാറിയ അതിൻ്റെ പേര് മാത്രമേ ഉള്ളൂ, ബാക്കി അത് തന്നെയാണത്. മഹായാന അത് മഹാ ആയിട്ട് മാറുന്നു. മറ്റത് ഹീനയാനമാക്കി. അത് ഹീന ഏതാണ്? ഈ വിഭാഗക്കാർക്കുള്ളത്, അതായത് അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ SC/ST-കാർക്കുള്ളത്. അതായത് ഇതിനെ നമ്മുടെ അജയ് ശേഖർ ഉണ്ടല്ലോ, അജയ് ശേഖർ ഹീനയാനം എന്ന് പറയാൻ പോലും സമ്മതിക്കില്ല. നമുക്ക് ഇപ്പം എല്ലാവർക്കും അറിയാമല്ലോ ഹീനയാനം എന്നും മഹായാനം എന്നത് വേറെ പിരിഞ്ഞു. പിന്നീട് ആ മഹായാനമാണ് ഇവിടെ കടന്ന് ഓടുന്നത് മുഴുവനും. മഹായാനമയം പലരെയും വിലക്കെടുക്കുന്നവരുണ്ട്. ആട്ടിൻ തോലിട്ട ചെന്നായാണ് നമ്മുടെ ആളുകളുടെ ഇടയിലെല്ലാം നടക്കുന്നുണ്ട്. ഈ ഹീനയാനം എന്ന വാക്ക് പോലും അജയ് ശേഖർ ഒന്നും പറയാൻ സമ്മതിക്കുന്നില്ല. അവർ പറഞ്ഞ മൃദുല അങ്ങനെ ഒരിക്കൽ ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അങ്ങനെ പറയാനേ പാടില്ല, നമ്മൾ തേരവാദം എന്ന് തന്നെ പറയണം എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു അജയ് ശേഖറൊക്കെ ഇവിടെ പറയുന്നുള്ളൂ കൂടുതലായിട്ട്. പലരും പറയുന്നുണ്ട്, എനിക്ക് അത്രത്തോളം ഫലപ്രദമായിട്ട് കേരളത്തിൽ വേറെ ആരും അങ്ങനെ മീൻസ് അജിത് വാസു പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് മഹായാന ബുദ്ധിസം നമ്മുടെ ആളുകൾക്കിടയിൽ കടന്ന് കറങ്ങി നടന്നിട്ട് നമ്മുടെ ആളുകളെ പിടിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഇവർ അറിയാത്തതല്ല, ഇവരെന്തുകൊണ്ടാണ് മിണ്ടാത്തതെന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇനി അതൊരു എതിർത്തിട്ട് ഞാൻ കേൾക്കാത്തതാണോ എന്നറിയില്ല. അതൊരു ശബ്ദമായിട്ട് ഉയർത്തണം. കാരണം അത് ബ്രാഹ്മണ മതം തന്നെയാണ്, ആളെ പിടിക്കാൻ നടക്കുന്നതാണ്. അതിൻ്റെ ഫെലോഷിപ്പ് സ്വീകരിക്കുന്നവരും ഉണ്ട് ഇവിടെ, അവരൊക്കെ കൊടുക്കുന്ന സിസ്റ്റം. ഞാൻ ഇപ്പോഴും പറയുന്നു, ഡോക്ടർ ബി ആർ അംബേദ്കർക്ക് ഗാന്ധി അവരെ ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അതായത് എന്താണ് ഗാന്ധി യു ഹാവ് എ മദർ ലാൻഡ് ബട്ട് ഐ ഡോണ്ട് ഹാവ് എന്ന് പറയുന്നു. എന്താണ് സിസ്റ്റം മോശമാണെങ്കിൽ ചോദ്യം ചെയ്യാൻ ധൈര്യം വേണം. ചുണ്ടുവരൽ ഉയർത്തിപ്പിടിച്ച പോലെ അത് പറയുന്നുണ്ട്. ഈ പറഞ്ഞ ആരെങ്കിലും എന്നെ എന്തെങ്കിലും ചെയ്യുമോ? ചെയ്താൽ തന്നെ ഞാൻ അവിടെ കൊണ്ട് തീരാനടങ്ങ് തീരട്ടെ. ഓക്കെ, വിമർശനം എന്തായാലും ജനാധിപത്യപരമായ വിമർശനം ഉണ്ടാവേണ്ടതാണ്. ഞാൻ കേട്ടത്ര വിമർശനമൊന്നും ഇവരാരും കേൾക്കുന്നില്ല, ആരും കേൾക്കുന്നില്ല. ഓക്കെ, എനിവേസ് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് കുറേ സീരിയസ് വിഷയങ്ങളിലേക്ക് കടന്നു. എനിവേസ് എന്തായാലും ഇതിൻ്റെ ഒരു ബേസിക് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പാണ്, അല്ലെങ്കിൽ ഏകീകരണവും അതിലേക്ക് ബെറ്റർ സൊസൈറ്റിയിലേക്ക് മാറുക എന്നുള്ളതാണല്ലോ നമ്മൾ ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ആ ഒരു ഇതിലേക്ക് എത്തട്ടെ എന്ന് നമുക്ക് കരുതാം. അപ്പം ചേച്ചി ഇപ്പോൾ ഓൾറെഡി ആക്ടിവിസം നിലനിൽക്കെ തന്നെ ചേച്ചി സിനിമയിൽ പെട്ടെന്ന് സിനിമയിൽ വരുന്നു, സിനിമയിൽ പാട്ടൊക്കെ എഴുതുന്നു. അതെങ്ങനെയാണ് സംഭവിച്ചത്? അതായത് ആക്ടിവിസ്റ്റ് പാട്ടെഴുത്തിലേക്ക് കിടക്കുന്ന ഒരു പ്രക്രിയ എങ്ങനെയാണ് സംഭവിച്ചത്? ആക്സിഡൻ്റലാണ്, ആകസ്മികമായിട്ട് വന്നതാണ്. പൊതുവേ ഈ പറഞ്ഞ പോലെ തന്നെ വിഭാഗക്കാരൊന്നും അങ്ങനെ സിനിമയിലൊക്കെ നമുക്ക് വളരെ കുറച്ച് പേർക്കൊക്കെ അല്ലേ ഉള്ളൂ. അപ്പം സ്ത്രീകളൊക്കെ വളരെ കുറവേ ഉള്ളൂ അപ്പം ഞാൻ കൊറോണ സമയത്ത് ഈ സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ആയിരുന്നപ്പം കുസൃതി പാട്ടുകൾ എഴുതിയതാണ്. ചുമ്മാ കുസൃതി പാട്ടുകൾ വീട്ടിലിരുന്ന് എഴുതുമായിരുന്നു. ചുമ്മാ ഇരുന്ന് സമയം കളയണ്ടല്ലോ എന്നോർത്ത് ഓരോ തമാശകളൊക്കെ കാണിക്കുമ്പോൾ മലയാളം പാട്ടുകൾക്കകത്ത് ഇംഗ്ലീഷ് വേർഡുകൾ ചേർത്തൊക്കെ പാട്ടൊക്കെ ഉണ്ടാക്കി ട്യൂൺ മാറ്റാതെയൊക്കെ ഞാൻ എഴുതുമായിരുന്നു. അപ്പോൾ അത് ഫേസ്ബുക്കിലോട്ടൊന്നും പോസ്റ്റ് ചെയ്യാനായിട്ട് എൻ്റെ ഹസ്ബൻഡ് ഒന്നും സമ്മതിക്കുന്നില്ല. അപ്പം കുഞ്ഞുകളിയാണെന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കി. അപ്പോൾ ഞാൻ എന്നിട്ട് ഒരെണ്ണം പോസ്റ്റ് ചെയ്തപ്പോഴാണ് പെട്ടെന്ന് പന്തളം ബാലന് ഇങ്ങനെ പച്ചലൈറ്റ് കത്തിച്ച് നിൽക്കുന്നതാണ്. അപ്പോൾ ഞാൻ വേഗം ഡിലീറ്റ് ചെയ്തു. ശുദ്ധ സംഗീതക്കാർക്ക് ഇഷ്ടപ്പെടുകയല്ല എന്ന് ഓർത്തു. പക്ഷെ അപ്പോൾ പിന്നെയും എനിക്ക് ആ ഒരു ഇതിങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ മലയാളം പാട്ടിനകത്തോട്ട് പാളുവ ഭാഷ മിക്സ് ചെയ്ത് പാട്ടെഴുതി ഒരു 5-10 വരി ഫേസ്ബുക്കിലിട്ട്. അതപ്പോൾ ജിയോ ബേബി കണ്ടു. ജിയോ ബേബി അപ്പം തന്നെ വന്ന് ചോദിച്ചു. ആദ്യത്തെ പാട്ടായിരുന്നു ഇട്ടിരുന്നെങ്കിൽ അത് ജിയോ ബേബി വരില്ലായിരുന്നു. അപ്പോൾ ജിയോ ബേബി ആയിട്ടുള്ള പരിചയം എങ്ങനെയാണ് ചേച്ചി? ജിയോ ബേബിയുടെ ഒരു റിക്വസ്റ്റ് എനിക്ക് ഫേസ്ബുക്കിൽ വന്നതാണ്. റിക്വസ്റ്റ് അയച്ചു. അങ്ങനെ അത് അക്സെപ്റ്റ് ചെയ്തു. അതിൽ കവിഞ്ഞ് പരിചയമൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മുടെ അരുൺ ലോകുത്തര ഉണ്ടല്ലോ,
അരുൺ ലോകുത്തരയുടെ അരുൺ ലോകുത്തരയാണെന്ന് തോന്നുന്നു ഒരു പോസ്റ്റ് ഇടുന്നുണ്ട് ചങ്ങറയിലേക്ക് ഇങ്ങനെ നമ്മുടെ ഓൺലൈൻ വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിൽ ഇത് എന്താ കുട്ടികൾക്ക് ഇത് വേണം, പഠന സാമഗ്രികൾ വേണം, സോളാർ പാനലുകളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട്. അത് ജിയോ ബേബി ആ സമയത്ത് ഇപ്പോൾ എൻ്റെ പൊളിറ്റിക്സൊക്കെ എൻ്റെ ഫ്രണ്ടായി കഴിയുമ്പോൾ അതൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഞാൻ പിന്നീട് അറിയുന്നുണ്ട് ജിയോ ബേബി ആ സമയത്ത് ഈ അംബേദ്കറിസം കൂടുതൽ പഠിക്കുവാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ സബാൾട്ടൻ ചരിത്രകാരായിട്ടുള്ള എഴുത്തുകാരെ, ചിന്തകരെ, കവികളെയൊക്കെ തേടി പിടിച്ച് റിക്വസ്റ്റ് അയച്ചു വായിക്കുന്ന സമയങ്ങളായിരുന്നു. അങ്ങനെയാണ് എനിക്കൊരു റിക്വസ്റ്റ് വരുന്നത്. അതൊക്കെ ഞാൻ പിന്നീട് അറിയുന്നത്. അപ്പോൾ ജിയോ ബേബി എന്നോട് വന്ന് ആ സമയത്ത് ജിയോ ബേബിക്ക് തോന്നി എന്നെ സമീപിച്ചാൽ അരുണിനെ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നി. അദ്ദേഹത്തിന് അതിൽ ചെങ്ങറയിലെ വിദ്യാർത്ഥികളെ സഹായിക്കണമെന്ന് തോന്നി. എന്നെ ഒന്ന് കണക്ട് ചെയ്തു. അപ്പം ഞാനത് അരുണുമായിട്ട് കണക്ട് ചെയ്തു. പിന്നെ അത് അവർ തമ്മിലാണ് പിന്നെ അതൊക്കെ നടന്നത്. അതെനിക്കറിയില്ല. ജിയോ കുറച്ച് സ്പോൺസറൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ. ആ രീതിയിൽ ഒരു പരിചയമുള്ളൂ. പക്ഷേ പിന്നീടാണ് അത് ഒരു മിനിറ്റുകൾ നേരത്തെ എന്തോ സംസാരിച്ച് വേഗം അരുണിനെ കണക്ട് ചെയ്ത് കൊടുത്തു. പിന്നെ അവർ തമ്മിൽ തീർക്കുമായിരുന്നു. അന്നേരം ഒന്നും ഈ സിനിമാക്കാരൊന്നും സംസാരിച്ചിട്ടില്ല. പിന്നീട് പാട്ട് വന്നപ്പോൾ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. സിനിമയിലോട്ടാണ് എന്ന് കേട്ടപ്പം ഇപ്പം സിനിമ നടക്കുമോ, സമ്പൂർണ്ണ ലോക്ക്ഡൗൺ അല്ലേ, എന്തെങ്കിലും നടക്കുമ്പോൾ വല്ല ഷോർട്ട് ഫിലിമൊക്കെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചത്. പിന്നീട് ജിയോ ആ കഥയെല്ലാം വിശദമായിട്ട് എടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി. നിമിഷ, സുരാജ്, ഞാറമൂട് എന്നൊക്കെ വരുന്ന ഒരു സിനിമയാണെന്നും പിന്നെ സന്തോഷമായി മാറി. പിന്നെ ജിയോയ്ക്കും ഒരു ഫെമിനിയൻ കാഴ്ചപ്പാടുകൾ ഉള്ള ഒരാളാണ്. വരികൾ എൻ്റെ വരികൾക്കകത്ത് സ്ത്രീ പെണ്ണിനെ ഇങ്ങനെ നിറച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ആ പാട്ട് സ്വീകരിച്ച് അങ്ങനെ പിന്നീടാണ് ജിയോട്ട് ഫ്രണ്ട് ആകുന്നത്. അതിൽ 2 പാട്ട്, ആ സിനിമയിൽ 2 പാട്ട്. ആ സിനിമയിൽ ആദ്യം ഈ പാട്ട് കൊടുത്തു. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലെ ആദ്യത്തെ പാട്ട് ഈ പറഞ്ഞ ഒരു കുടമ്പാറ്. പിന്നെ അത് ജിയോ പറഞ്ഞ് വരികൾ എഴുതിപ്പിച്ച് കുറച്ചുകൂടെ ലെങ്തി ആക്കി. സെക്കൻഡ് വണ്ണ് ആ സിനിമയിൽ ഞാൻ പണ്ട് എഴുതിയ ഒരു പാട്ട്, 5 വർഷം അന്നത്തേതിന് 5 വർഷം മുമ്പ് എഴുതിയ ഒരു പാട്ട് ഫേസ്ബുക്കിലൊക്കെ ഇട്ടൊന്ന് വൈറലായ ഒരു പാട്ടും കൂടെ ജിയോയ്ക്ക് റെഫറൻസിന് ഞാൻ കൊടുത്തിരുന്നു, പാളവ ഭാഷയുടെ റെഫറൻസിന്. അപ്പോൾ കൊടുത്തപ്പോൾ അത് പൂർണ്ണമായിട്ടും പാചകവും ഒരു സ്ത്രീയുമായിട്ട് അഡ്രസ്സ് ചെയ്യുന്ന പാട്ടാണ്. അപ്പോൾ അതുകൂടെ അതിനകത്ത് ഉൾപ്പെടുത്തി അതിനും കുറച്ചുകൂടെ വരികൾ എഴുതി ചേർത്ത് ആ പാട്ടിൽ ആ സിനിമയിൽ തന്നെ 2 പാട്ട്. ആ സിനിമയുടെ ഒരു തീമായിട്ട് യോജിച്ച് പോകുന്നൊരു പാട്ടാണല്ലോ അത്. ഓക്കെ. അപ്പം എനിക്ക് തോന്നുന്നത് ആ സിനിമ, അതായത് ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ഇപ്പം വളരെ ഹിറ്റാണ്, അല്ലെങ്കിൽ എല്ലാവരും അറിയപ്പെടുന്ന ഒരു സിനിമയിലേക്ക് അത് മാറി. പക്ഷെ അത് ഇറങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ സിനിമ പൂർത്തീകരിച്ച സമയത്ത് ജിയോ ബേബി എന്ന ഡയറക്ടർ അത്ര എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഡയറക്ടർ ആയിരുന്നില്ല. ആ സിനിമയിലെ നടന്മാർ അല്ലെങ്കിൽ കാസ്റ്റ് എന്ന് പറയുന്നത് അത്ര സ്റ്റാർ കാസ്റ്റ് ഒന്നും ആയിരുന്നില്ല. ഈ പറഞ്ഞ പോലെ നിമിഷ സജയനും സുരാജ് വെഞ്ഞാറമൂടും ആയിരുന്നു. പിന്നെ അതിനകത്ത് മറ്റ് ഈ ശബരിമല ഇഷ്യൂ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ടായിരിക്കും അതിന് പ്രോപ്പറായിട്ടുള്ളൊരു റിലീസ് നടക്കാത്തത്. ഈ പറഞ്ഞ ലോക്ക്ഡൗൺ ആയിരുന്നു. പക്ഷേ OTT പ്ലാറ്റ്ഫോംസ് ഒന്നും ഈ സിനിമയെ മെയിനായിട്ടുള്ള മേജർ OTT പ്ലാറ്റ്ഫോംസ് ഒന്നും ഈ സിനിമയെ സ്വീകരിച്ചില്ലെന്നാണ് കേട്ടത്. പിന്നീട് ജിയോ ബേബി നീ സ്ട്രീം എന്ന് പറഞ്ഞൊരു OTT പ്ലാറ്റ്ഫോമിലേക്ക് അത് കൊടുക്കുമായിരുന്നു. പക്ഷേ ഇത് OTT വന്ന് ഫസ്റ്റ് ആ ഒരു സമയത്ത് തന്നെ ഈ പ്ലാറ്റ്ഫോം ഹാങ് ആയി എന്നാണ് നമ്മൾ അറിഞ്ഞത്. കാരണം അത്രയും ഈ സിനിമ ഹിറ്റായി. കാരണം അതിലൊരു റീസൺ ഈ പാട്ടാണെന്ന് ആണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ പാട്ട് ഇറങ്ങിയ സമയത്ത് തന്നെ വളരെ ഹിറ്റായിരുന്നു. ഒരു കുടം പാറെന്ന് പറഞ്ഞ ചേച്ചി എഴുതിയ പാട്ട്. അപ്പം പെട്ടെന്ന് സിനിമയിലേക്ക് കയറാനായിട്ട് ഈ ഒരു പാട്ട് ഹെൽപ്പ് ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അങ്ങനെ ആ പാട്ട് ഹിറ്റായി. അതിനോട് ചേർന്ന് തന്നെ സിനിമയും ഹിറ്റായി. ഇപ്പം ജിയോ ബേബി അറിയപ്പെടുന്ന ഒരു വലിയ സംവിധായകനാണല്ലോ. മമ്മൂട്ടി വെച്ച് വരെ സിനിമ ചെയ്തു. ചില കാര്യങ്ങൾ ചെയ്യാൻ ജിയോ ബേബി വേണം എന്നുള്ള ലെവലിലേക്ക് ചില വിഷയമുണ്ട്. അതാണ് ഒരു നോട്ടബിൾ ആകുന്നത്. അത് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ഡയറക്ടറുടെ റേഞ്ചിലേക്ക് ജിയോ ബേബി വന്നിട്ടുണ്ട്. കാരണം ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ബോളിവുഡിലെ പല ആളുകളും കണ്ട് വളരെ നല്ല അഭിപ്രായം പറയുന്നതായിട്ടൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പം എല്ലാവരും നോട്ട് ചെയ്യുന്നൊരു ഡയറക്ടറായി മാറി ഈ സിനിമയോട് കൂടി. അപ്പം അതിലേക്ക് ഒരു സൂപ്പർ ഹിറ്റ് ഗാനവും ചേച്ചിയുടെ സൈഡിൽ നിന്ന് വന്നു എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഈ 2 പാട്ട് കൂടാതെ പിന്നെ മറ്റ് സിനിമകളിലെവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ പാട്ട്? അപ്പം ഞാൻ പറഞ്ഞല്ലോ, അത് ജിയോ തന്നൊരു അവസരം ആയതുകൊണ്ടാണ് എനിക്കത് വലിയൊരു ഇതുണ്ട്. അപ്പോൾ ആ ജിയോ ഇപ്പോൾ ഈ പറഞ്ഞ 2 കുട്ടികൾ പിന്നെ ഈ പറഞ്ഞ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ഒക്കെ ചെയ്ത് നിൽക്കുന്ന സമയമാണ്. പിന്നെ ജിയോ ബേബിയുടെ പിന്നെ ഈ പാട്ട് വന്നു. ഇത് ഭയങ്കര ശരിക്കും ഹിറ്റാകുന്നു. അത് കഴിഞ്ഞപ്പോൾ ഫ്രീഡം ഫൈറ്റിൽ അപ്പോൾ ആ ഫ്രീഡം ഫൈറ്റ് എന്ന് പറയുന്ന മൂവിയിൽ ഒരു പാട്ട് വരുന്നുണ്ട്.
പൗർണമി ചന്ദ്രിക. പൗർണമി ചന്ദ്രിക. അപ്പം അതെനിക്ക് സന്തോഷമായിരുന്നു. കാര്യം ഈ പളുവ ഭാഷയിലുള്ള ഒരു സിനിമ തന്നെ 2 പാട്ട് വരികയും പിന്നെ നമുക്ക് പിന്നെ നമ്മുടെ ഭാഷയിൽ മലയാളം എൻ്റെ മാതൃഭാഷയിൽ എഴുതണം. അപ്പോൾ അത് ആ ഒരു അവസരം കൂടി എനിക്ക് കിട്ടി. അല്ലെങ്കിൽ പിന്നെ അപ്പോൾ എല്ലാം ചെയ്യണമല്ലോ. അതെ അതെ. രണ്ടാമത്തെ സിനിമ ജിയോ ബേബിയുടെ തന്നെ സിനിമ ഫ്രീഡം ഫൈറ്റ്. അതൊരു ആന്തോളജി സിനിമയായിരുന്നു. അതെ അതെ. അതിൽ ജിയോ ബേബി സംവിധാനം ചെയ്ത പാട്ടിലെ ഒരു പാട്ട്. അത് MS ബാബുരാജൻ പി ഭാസ്കരൻ കൂട്ടുകെട്ടിൽ വിരിയുന്ന ഒരു അതേപോലെ തന്നെ ഒരു പാട്ടുമാണ്. അപ്പം ജിയോ എനിക്ക് കുറേ റെഫറൻസ് ഒക്കെ അന്നത്തെ കാലത്തെ പാട്ടുകളൊക്കെ തന്നിരുന്നു. അപ്പം ഞാനത് മനസ്സിലാക്കുമ്പോൾ അന്നത്തെ കാലത്ത് ചമത്കാര ഭംഗിയോടെ നിർമ്മിക്കപ്പെട്ടതാണ്. ഇപ്പോൾ അത്രയൊന്നും ചമത്കാര ഭംഗിയൊന്നും പാട്ടിനകത്ത് വരുന്നില്ല. ഇപ്പോൾ വെയിലെന്ന് പറയണേലോ മഴയെന്ന് പറയണോ നേരിട്ടങ്ങ് പറയാം. പക്ഷെ അത്രയും ചമത്കാര ഭംഗിയിൽ സൃഷ്ടിക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ റെഫറൻസ് ഒക്കെ ജിയോ തന്ന ആ പാട്ടുകൾ പോലെ വേണം, ഈ പാട്ടുകളെ പോലെ വേണം എന്നൊക്കെ പറഞ്ഞ് ജിയോ എഴുതിച്ചു. അതിൻ്റെ കാരണം ആ സിനിമയിൽ തന്നെ MS ബാബുരാജിൻ്റെ പാട്ടല്ലേ എന്ന് ജോജു പറയുന്നുണ്ട് അല്ലേ. അദ്ദേഹം പറയുന്നതും ജോജി ജോർജ് സോറി. അപ്പോൾ അദ്ദേഹം അങ്ങനെ പറയുമ്പം അവിടെ MS ബാബുരാജിൻ്റെ പാട്ട് ഇടാൻ പറ്റില്ല, കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ട്. അപ്പോൾ പക്ഷേ ആ പാട്ടിന് അതേ മൂഡ് തോന്നുന്ന ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നെ കൊണ്ട് എഴുതിപ്പിച്ചത്. അപ്പം എനിക്ക് തോന്നുന്നത് കുറച്ച് കാലഘട്ടങ്ങൾക്ക് പുറകിലോട്ട് മാറി നിന്ന് എനിക്ക് എഴുതാൻ കിട്ടിയല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഞാനിപ്പോഴും ട്രെൻഡിലോട്ട് വന്നില്ല എന്നാണ്. കാരണം പളുവ ഭാഷ അവിടെ നിന്ന് പിന്നെ ഈ പറഞ്ഞ MS ബാബുരാജൻ പി ഭാസ്കരൻ കാലഘട്ടങ്ങളിൽ എഴുതി നിൽക്കുകയെന്ന് വന്നൊരു സങ്കടം നിൽക്കുമ്പോഴാണ് പലമയിൽ പാട്ടെഴുതാൻ വിളിക്കുന്നത്. മൂന്നാമത്തെ സിനിമ ആശ ആച്ചിയുടെ മൂവി. അത് ഇറങ്ങിയിട്ടില്ല. ആശ ആച്ചി അത് എനിക്ക് സന്തോഷം. ഇൻസ്റ്റാഗ്രാമിലൊക്കെയുള്ള കുറേ കുട്ടികളുണ്ട്. അവരൊക്കെ കൂടെ ചെയ്ത ഒരു സിനിമ, മീൻസ് കഥ എഴുതിയിട്ട് അവർ ഈ പറഞ്ഞ പോലെ മൃദുല ചേച്ചിയെ കൊണ്ട് പാട്ട് എഴുതിക്കണമെന്ന് അവർ പറഞ്ഞു. അപ്പോൾ എനിക്ക് സന്തോഷം. അത് ക്യൂർ പൊളിറ്റിക്സ് ആയിട്ട് ബന്ധപ്പെട്ടാണ്. ലെസ്ബിയൻ പ്രണയകഥയാണ്. തീമൊന്നും പോകുന്നില്ല, അതാണ് പിന്നെ വരുന്നത്. അപ്പോൾ അതിൽ പക്ഷെ അവരെന്നോട് കാരണം ആ ഒരു ക്യൂർ സമൂഹത്തിന് വേണ്ടി നമ്മൾ പറഞ്ഞിട്ടുള്ള പല പൊളിറ്റിക്സിൽ അവർക്ക് മൃദുല ചേച്ചിയും കൂടെ ഉൾപ്പെടുത്തണമെന്ന് അവർക്ക് തോന്നിയത്. അത് എൻ്റെ പാട്ടിൻ്റെ മികവല്ല, എനിക്ക് ക്യൂർ പൊളിറ്റിക്സിനോടുള്ള എൻ്റെ ആ ഒരു ഇതുകൊണ്ട് എനിക്ക് കിട്ടിയതാണ് എന്ന് തോന്നുന്നു. പക്ഷേ പിന്നെ എനിക്ക് ഏറ്റവും രസമായിട്ട് തോന്നിയ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനായിരുന്നു അത്. കാരണം ആദ്യമേ ഇവിടെ ഞങ്ങളെല്ലാവരും കൂടി ചേർന്നാണ് ഇവരെ പിള്ളേരെല്ലാം ഈ ഹെട്രോസെക്ഷൽ സമൂഹങ്ങളെല്ലാം പഠിപ്പിക്കുവാനായിട്ട് ക്യൂർ പൊളിറ്റിക്സ് പഠിപ്പിക്കാൻ ഞാൻ, ധന്യ, ശിവ, അങ്ങനെ ഒരുപാട് പേര്, ആശ ആച്ചി, മിസ് എല്ലാവരും ഉണ്ട്, ജീവ, പല തരത്തിൽ ക്ലാസ്സുകളൊക്കെ കൊടുത്ത്, അതായത് ഒരു സ്ത്രീ രംഗത്ത് സ്ത്രീകൾ വരുമ്പോൾ നമുക്ക് കൂടുതൽ സ്ത്രീകൾക്ക് ഒത്തിരി ഇത് കിട്ടും. ലെസ്ബിയൻ തന്നെയായ പ്രഗ്യാപല്ലവിയാണ് സംഗീതം ചെയ്തത്. അപ്പോൾ അത് സൗത്ത് അമേരിക്കൻ ജോണറായ ട്രാപ്പ് ശൈലിയിലാണ് ആ പാട്ട് ചെയ്തത്. അപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ എനിക്കൊരു ട്രെൻഡ് മ്യൂസിക്കിൽ മീറ്റർ പെർഫെക്റ്റിൽ എഴുതാനുള്ളൊരു അവസരവും കൂടി അതിനകത്ത് കിട്ടി. ഓക്കെ. അപ്പം 3 സിനിമയിലെ പാട്ട് എഴുതിയിട്ടുണ്ട്. 3 സിനിമയിലായിട്ട് 4 പാട്ട് ഇത് ഇറങ്ങാൻ ഇരിക്കുകയാണ്. ഇതുവരെ എഴുതിയത് പിന്നെ കുറച്ച് കിടപ്പുണ്ട്, വന്നേക്കും. ഓക്കെ. ഞാൻ അതിനു മുമ്പ് ചോദിക്കട്ടെ, ഇപ്പോൾ ജിയോ ബേബിയുടെ 2 സിനിമയിലും മ്യൂസിക് ചെയ്തത് മാത്യൂസ് പുളിക്കനാണ്. പലമേല് ചെയ്തിരിക്കുന്നത് പ്രഗ്യ. ഈ 2 പേരുമായിട്ട് വർക്ക് ചെയ്തതിൽ ചേച്ചിക്ക് ഉണ്ടായൊരു എക്സ്പീരിയൻസ് പറയാമോ? ഒന്ന് പക്ക ഡിജിറ്റലായിരുന്നു. കാരണം മാത്യൂസ് പുളിക്കൻ ആഫ്രിക്കയിലായിരുന്നു, കെനിയയിലായിരുന്നു അദ്ദേഹം. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് വാട്സപ്പ് വഴി ടൈപ്പ് ചെയ്താണ് ഞാൻ വിട്ടത്. പേപ്പറിലോ പേനയിലോ ഒന്നും എഴുതിയല്ല, ടൈപ്പ് ചെയ്ത് വിടുന്നു. അദ്ദേഹം ഓൺലൈനിൽ വരുന്നു. ആദ്യ പാട്ടൊക്കെ ഒരു കൂടമൊക്കെ എഴുതുമ്പോൾ ഞാൻ ജിയോയ്ക്ക് അയച്ചു കൊടുത്ത് ജിയോ വഴി മാത്യൂസിലേക്ക് പോകുക, അങ്ങനെയായിരുന്നു. പിന്നെ ഞങ്ങൾ 2 പേരും കൂടി നേരിട്ടായിരുന്നു എഴുതുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ സജഷൻസ് പറഞ്ഞു തരും, മീറ്റർ പെർഫെക്റ്റ് പറഞ്ഞു തരും. ശരിക്കും മാത്യൂസ് പഠിപ്പിച്ചെടുത്തു എന്ന് വേണം ഞാൻ പറയാം ഇങ്ങനെ ചെയ്യാനായിട്ട്. ചേച്ചി അത് രാത്രി എന്ന് പറയുമ്പം രാത്രി അത്രയും നീട്ടണ്ട, നമുക്ക് അങ്ങനെയൊക്കെ മീറ്റർ പെർഫെക്റ്റിലോട്ടൊക്കെ അന്ന് ആദ്യമൊന്നും എനിക്കത് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഒരു പാട്ട് നമ്മളൊരു 3-4 വരി ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചായി വരും. അങ്ങനെ മാത്യൂസുമായിട്ട് അങ്ങനെയാണ് ചെയ്തത്. പ്രഗ്യാപല്ലവിയായിട്ട് ചെയ്യുന്നത്
തൃശ്ശൂർ അതായത് ലോക്ക്ഡൗൺ സമയങ്ങളാണ് അതൊക്കെ. സമ്പൂർണ്ണ ലോക്ക്ഡൗൺ അല്ല, പക്ഷേ എങ്കിലും നമ്മൾ സമ്മതപത്രമൊക്കെ ആയിട്ട് പുറത്തിറങ്ങാൻ പറ്റുമെന്നുള്ള ആ സമയത്ത് ആശ ആച്ചി മിസ്സും ഞാനും കൂടി പ്രഗ്യാപല്ലവിയുടെ തൃശ്ശൂരിലെ അവരുടെ ഫ്ലാറ്റിൽ പോയി അവിടെ ഇരുന്ന് താമസിച്ച് ഒരുമിച്ചിരുന്ന് ഒരുമിച്ച് പാടി പറഞ്ഞ് ചെയ്തതാണ്. അതെനിക്ക് ഒത്തിരി രസമായിട്ട് നമ്മൾ ഒന്നിച്ചിരുന്ന് ചെയ്യുമ്പോൾ ആശാച്ചി മിസ് നന്നായിട്ട് പാടും. പ്രഗ്യയും വളരെ രസമായിട്ടാണ്. പ്രഗ്യയുടെ സംഗീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ അടിമുടി സംഗീതമാണ് അവർ. എനിക്കറിയില്ല, അത് കേൾക്കണം. അതത്ര ഈ പാട്ടിനെ അല്ല, പൊതുവിൽ അവർ നടക്കുന്നതും എടുക്കുന്നതും ഒക്കെ. മാത്യൂസിനെ എനിക്ക് അങ്ങനെ ഫിസിക്കലി കണ്ടിട്ടൊന്നുമില്ല. പിന്നെ മാത്യൂസ് ചെയ്തത് എൻ്റെ പക്ക ഒരു ചങ്ങനൂരാതി ശീലാണല്ലോ എൻ്റെ പാട്ട്. അതിൽ ആ സംഭവത്തെ മാത്യൂസ് ഒരു അർബൻ സിറ്റിയിൽ വെച്ചതുപോലെ മോഡേൺ ആയിട്ട് അവതരിപ്പിച്ചു. പക്ഷെ അതിൽ മാത്യൂസ് എങ്ങനെയാണ് ചെയ്യുന്നത് അത്തരം ടെക്നിക്കൊന്നും എനിക്കറിയില്ല. പിന്നെ പൗർണമി ചന്ദ്രിക എഴുതുമ്പോൾ സ്റ്റുഡിയോയിലും മാത്യൂസ്, ഞങ്ങൾ തൃശ്ശൂരിലാണ്, ഞാൻ വിദ്യാധരൻ മാഷ, ജോയോ, നിരഞ്ജനയൊക്കെ ഇരിക്കുമ്പോൾ സ്റ്റുഡിയോയിൽ ഓൺലൈനിൽ അദ്ദേഹം അവിടെയും സൈബർ ഇടങ്ങളിൽ കൂടെയുള്ള വിർച്വൽ ആയിട്ടുള്ള റൈറ്റ്, അതാണ് വേട്, അങ്ങനെയാണ് എഴുതുന്നത്. പക്ഷെ ഈ പറഞ്ഞ പ്രഗ്യ നടക്കുന്നത്, എടുക്കുന്നത്, ഡോറ് തുറക്കുന്നത്, വെള്ളം കുടിക്കുന്നത് ഒക്കെ റിഥമിക്കായിട്ടാണ്. അപ്പം എനിക്കും ഇഷ്ടമാണ് അങ്ങനത്തെ പാട്ടും കമ്പനിയൊക്കെ. പിന്നെ അതിനിടയ്ക്ക് ഞങ്ങൾ വേറെ പാട്ട്, അന്ന് ഒരു ഓഗസ്റ്റ് 15-നാണ് ഞങ്ങൾ 3 പേരും കൂടി ഇരുന്ന് വന്ദേമാതരം പാടുന്നുണ്ട്. അതിനെയൊക്കെ മറ്റേ ഓളം വെച്ച് ചെയ്ത ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ശരി. ഈ അപ്പം 3 സിനിമ ഓൾറെഡി ആയി. ഇത് കൂടാതെ മറ്റ് ഏതെങ്കിലും ഇനി വരാനുള്ള സിനിമ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വർക്ക് വരാനുണ്ടോ? ഇത് കൂടാതെ കർഷകഗാനം എഴുതിയിട്ടുണ്ട്. ഓക്കെ. പാഠഭാഗത്തിലെ എഡിറ്റർ ടോമി മാത്യു വടക്കാഞ്ചേരിൽ അദ്ദേഹത്തിൻ്റെ കർഷക സംഘങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വിത്തുത്സവത്തിന് വേണ്ടി ഒരു പാട്ട് എഴുതിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് ജിയോ ബേബിയാണ് അതിൻ്റെ സംഗീതം ചെയ്തത്. അത് ഒന്ന് ടോമിച്ചാൻ എന്നോട് എഴുതാൻ പറയുന്നു. ജിയോ ബേബിയാണ്. ജിയോയ്ക്ക് വെറുതെ കൊട്ടിപ്പാടാൻ വേണ്ടി മൃദുല എനിക്കൊരു പാട്ട് എഴുതാം, അത് കർഷകർക്ക് വേണ്ടിയാണ് എന്ന് ജിയോ കൊട്ടിപ്പാടാൻ എഴുതിയാണ്. ഞാനങ്ങനെ എഴുതുന്നു എന്ന് അറിഞ്ഞപ്പോൾ അപ്പം ഞാൻ പാഠഭാഗത്തിലെ അമൃത്ലാലിൻ്റെ കർഷക സമരമായിട്ട് എഴുതിയ ലേഖനങ്ങൾ റെഫർ ചെയ്താണ് എഴുതുന്നത്. അത് പാഠഭാഗത്തിൽ നിന്ന് അറിഞ്ഞപ്പോൾ ടോമിച്ചാൻ പറഞ്ഞത് അത് അവർക്ക് തരാൻ പറഞ്ഞു. അങ്ങനെയാണ് അത് വരുന്നത്. പിന്നെ കുയിലി പ്രൊജക്റ്റിന് വേണ്ടി എൻ്റെ ചേച്ചിയുടെ മോൻ സംഗീതത്തിൽ ആ ഒരു ലിറിക്സ് കുയിലിക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട്. പിന്നെ വരുന്നത് ജൂഥൻ എന്ന ഹിന്ദി മൂവി, അത് മലയാളത്തിലേക്ക് റീമേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ അതിൻ്റെ പാട്ട് എഴുതുന്നത് ഞാനാണ്. അതുകൂടാതെ തന്നെ അതേ പ്രൊഡക്ഷൻ കമ്പനിയുടെ ഒരു ഹിന്ദി സിനിമയിൽ ഹിന്ദി പാട്ട് എഴുതാനായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് വലിയ ബോളിവുഡ് സെറ്റപ്പ് എന്നൊന്നും ചിന്തിക്കേണ്ട, ഇതൊക്കെ ചെറിയ പ്രോജക്റ്റുകളാണ്. അതൊക്കെ വരുമായിരിക്കും. ഞാൻ വലിയ അധികം പാട്ടുകളൊന്നും എഴുതത്തില്ല, കിട്ടത്തില്ല, അവസരം കിട്ടത്തില്ല. എനിക്ക് തന്നെ അറിയാം. അല്ല, എനിക്ക് ചോയ്സ് ഉണ്ട്. നമ്മളൊരു ഫെമിനിസ്റ്റാണ്. അപ്പോൾ മിസോഗണിസ്റ്റ് ആയിട്ടുള്ള പാട്രിയാർക്കിയെ സപ്പോർട്ട് ചെയ്യുന്ന, ജാതി വംശവർഗീയതയെ സപ്പോർട്ട് ചെയ്യുന്ന, അനാവശ്യമായിട്ട് സ്ത്രീയുടെ സെക്സ്വൽ ടൂളുകളായിട്ട് ഉപയോഗിക്കുന്ന വരികളിലൊന്നും ഞാൻ എടുക്കാൻ താല്പര്യപ്പെടില്ല. ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചോയ്സുകളുണ്ട് എനിക്ക്. പിന്നെ എൻ്റെ ഈ ചോയ്സുകൾ താല്പര്യമില്ലാത്തവരും ഉണ്ട്. അപ്പോൾ ഈ ഒരു മനുഷ്യായുസിൽ ഞാൻ വല്ല 5-10 പാട്ടൊക്കെ എഴുതുമായിരിക്കും പരമാവധി, ഞാനും കൂടി രംഗത്ത് വന്ന് ഞാനും കൂടി ഉണ്ടാക്കിക്കൊണ്ടിരുന്നാൽ. പിന്നെ നമ്മുടെ നിരഞ്ജനയ്ക്കൊരു ബാൻഡുണ്ട്, ഗായികൻ്റെ പാട്ട് പാടിയ നിരഞ്ജന രമ, കുയിലിയുടെ പാട്ടും അവളാണ് പാടിയിരിക്കുന്നത്. നിരഞ്ജനയുടെ ബാൻഡ് വന്നപ്പോൾ ഡിക്സൺ ആണ് അവൻ്റെ കമ്പോസിങ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു പാട്ട് ചെയ്യിപ്പിക്കുന്നത്. അദ്ദേഹത്തിന് വേണ്ടി ഭൂതത്തെ പറ്റി ഒരു പാട്ട് എഴുതുന്നുണ്ട്, ക്യൂട്ട് ഭൂതത്തെ പറ്റി. പിന്നെ ഇപ്പോഴോർത്തത് SS ലാലുണ്ട്, ഡോക്ടർ SS ലാലിൻ്റെ പങ്കാളി സന്ധ്യ. അവർക്ക് സ്വന്തം യൂട്യൂബ് ചാനലുണ്ട്, അവർക്ക് വേണ്ടി ഒരു ഓണപ്പാട്ട് എഴുതിയിട്ടുണ്ട്. ഇതിനോടിടയ്ക്ക് ഈ വിഷു ഗാനങ്ങൾ എഴുതാൻ വന്നു. അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ദൈവവർണ്ണന എഴുതില്ല, ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ എന്ന രീതിയിൽ എഴുതാമെന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ അവസരങ്ങൾ പോയി. അത് 2 വർഷത്തെയും പോയി. പക്ഷേ ഇപ്പോൾ ഒരുപാട് ആയല്ലോ, ഇപ്പം ഇറങ്ങാനുണ്ടല്ലോ. അപ്പം അതെ, സിനിമയിലല്ല, ബാക്കി മ്യൂസിക്കൽ അങ്ങനെയൊക്കെ ആയിട്ട് ഇറങ്ങിയൊക്കെ വരുവാണെങ്കിൽ. ഓക്കെ. അപ്പം എല്ലാം നല്ല രീതിയിൽ തന്നെ വരട്ടെ. അപ്പം സിനിമയിൽ പാട്ടൊക്കെ പാടി സിനിമയുടെ മേഖലയിലേക്കൊക്കെ കടന്നു വരിക, നന്നായിട്ട് വരട്ടെ. ഈ ഒരു പ്രവർത്തനങ്ങൾ, അപ്പം നമ്മുടെ ആക്ടിവിസം പോലുള്ള പ്രവർത്തനങ്ങളും പൊളിറ്റിക്കലി ആയിട്ടുള്ള നടത്തുന്ന പ്രവർത്തനങ്ങൾ, പിന്നെ സിനിമയിലുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ, ഇതൊക്കെ ഫാമിലി എങ്ങനെയാണ് ഇതിനെ, ഞാൻ ആദ്യം പറഞ്ഞ ആക്ടിവിസത്തെ പറ്റി ഞാൻ സംസാരിച്ചു, സിനിമയിലേക്കുള്ള കടന്നുവരവൊക്കെ ഫാമിലി എങ്ങനെയാണ് സ്വീകരിച്ചത്?
അവർക്ക് കുഴപ്പമൊന്നുമില്ല. വലിയ കുഴപ്പമൊന്നുമില്ല. എനിക്കിട്ട് ആരും തല്ലരുതെന്നുള്ളതേ ഉള്ളൂ. എനിക്കിട്ട് തല്ലുകൊള്ളരുതൊന്നും ചെയ്യരുത്, ഞാൻ ആരെയും ഉപദ്രവിക്കരുത്. വലിയ കുറച്ച് പ്രശ്നക്കാരിയൊക്കെയാണ്, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി എപ്പോഴും ചെല്ലുന്നുണ്ട്. അവരുടെ മൊത്തം മനസ്സമാധാനം തകർക്കുന്ന രീതിയിൽ പലപ്പോഴും പ്രശ്നങ്ങളുണ്ടാകുന്ന ഇട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കിങ്ങനത്തെ അവസരങ്ങൾ കിട്ടുമ്പോൾ ഞാൻ കുറച്ചും കൂടെ കൂളായിട്ടുള്ള ഏരിയയിൽ കൂടെ പോകുന്നത് അവർക്ക് സന്തോഷമാണ്. പിന്നെ സ്വാഭാവികമായും സിനിമ പോലൊരു വലിയ പ്ലാറ്റ്ഫോമിൽ എത്തുമ്പോൾ എല്ലാവർക്കും സന്തോഷമല്ലേ ഉണ്ടാകും. അത് വളരെ സന്തോഷമാണ് അവർക്ക്. ഒന്ന് പരിചയപ്പെടുത്താമോ ഫാമിലിയിൽ? തീർച്ചയായിട്ടും പറയുവാണെങ്കിൽ 2 ഫാമിലിയും പറയണം. ഞാൻ പിന്നെ വീട്ടിലുള്ളവരുടെ കാര്യം മാത്രം പറയാം. ഹസ്ബൻഡ് ശശിധരൻ, മകള് മാളവിക, 2 പേരും. മാളവിക ശശിധരൻ. ഓക്കെ. അപ്പോൾ നമ്മളൊരു അദ്ദേഹം അലൂമിനിയം ഫാബ്രിക്കേറ്ററാണ്. ഓക്കെ. പിന്നെ മോള് ഡിഗ്രി ഫസ്റ്റ് ഇയർ. മോള് ഞങ്ങളുടെ കാഷ്വൽ പോഡ്കാസ്റ്റിന്റെ ഫസ്റ്റ് എപ്പിസോഡിൽ വന്ന മാളവിക ശശിധരനാണ് മകള്. അവള് ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്നു, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഓക്കെ. അപ്പോൾ നമ്മൾ ഒരുപാട് സമയം കുറേ സീരിയസ് ആയിട്ടും കുറേ കാഷ്വൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളും നമ്മൾ സംസാരിച്ചു. പക്ഷേ ഇത് നമ്മളിവിടെ നിർത്തുന്നില്ല, നമ്മൾ ഇനിയും നമുക്ക് തുടരാം. ഇപ്പോഴത്തേക്ക് നമുക്ക് തൽക്കാലത്തേക്കുള്ളൊരു വിരാമം ഇടാം. വിരാമം ഇടുന്നതിന് മുമ്പ് ചേച്ചി എഴുതിയ പാട്ടിലേതെങ്കിലും ചേച്ചി ഒരെണ്ണം ഏതെങ്കിലും ഒരു പാട്ട് പാടാൻ താല്പര്യപ്പെടുന്നുണ്ടോ? ഞാൻ എൻ്റെ കുസൃതി പാട്ടേ പാടുകയുള്ളൂ, അതാകുമ്പോൾ കുഴപ്പമില്ലല്ലോ. ഓക്കെ, എന്നാലും അതായാലും മതി. അതായത് ഞാൻ പാട്ടുകാരി അല്ലെന്നുള്ളത് അറിയാമല്ലോ, നിങ്ങൾ ഒരു വലിയ സിംഗറാണല്ലോ, അതുകൊണ്ട് എനിക്ക് ധൈര്യമില്ല. അപ്പോൾ അതുകൊണ്ട് പക്ഷെ മറ്റേ ഒരു കുടം പാറ് പാടാൻ പറ്റുവാണെങ്കിൽ ഇല്ല, പറ്റില്ല. എനിക്ക് പാടാനേ കഴിയില്ല. നമ്മൾക്ക് എഴുതാൻ അറിയില്ലല്ലോ, വായിക്കാനല്ലേ അറിയൂ. ഓക്കെ. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യം കുസൃതിപ്പാട്ടൊക്കെ എഴുതുമായിരുന്നു. അപ്പോൾ അത് ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഏതൊരു പാട്ട് കിട്ടിയാലും ഞാൻ അതിനകത്ത് മലയാളം പാട്ടിനകത്ത് ഇംഗ്ലീഷ് എഴുതി വെക്കും. എഴുതിയിട്ട് അതിനെ ഇതോടെ എഴുതി വെക്കും. അതൊരു കുസൃതിയായിട്ട് കരുതിയാൽ മതി, അല്ലാതെ പാട്ട് പാടാൻ ഇത്തിരി പാടാം. അതായാലും മതി. അപ്പോൾ ഹൊയ് രീ രീ രേ ഹൊയ്യ രേ ഹൊയ്യ യമുനാ തീരേ ഹൊയ്യ രേ ഹൊയ്യ യമുനെ നിന്നുടെ ഹാർട്ടിൽ നിറയെ കാർ കളറുന്നു ടോൾഡു നിന്നിലലിഞ്ഞോ കാർ വന്നൻ പൂവർ നിന്നുടെ ഹാർട്ടിൽ സോങ്ങായി സിംഗിയവൻ. അതങ്ങനെ അങ്ങ് പോകുന്നു. അതിൻ്റെ ഒരു ഭാഗം പറയാം. ഫ്ലവർ കണ്ണിമാരത്ത് ജമ്പുന്നു കണ്ണൻ. അങ്ങനെ ഇങ്ങനെ പാട്ടുകൾ കുളമാക്കാനേ എനിക്കറിയുള്ളൂ, മര്യാദയ്ക്ക് പാടാൻ എനിക്കറിയില്ല. ഇതൊരു കുസൃതിയായിട്ട് മാത്രം എല്ലാവരും കാണണം. ഓക്കെ. അപ്പം കാഷ്വൽ പോഡ്കാസ്റ്റിലേക്ക് വന്ന് ഇത്രയും നേരം നമ്മളുടെ വ്യൂവേഴ്സുമായിട്ടും എന്നോടും സംസാരിച്ച് അതിന് വളരെ നന്ദി. ഇനിയും കാഷ്വൽ പോഡ്കാസ്റ്റിലേക്ക് വരിക, കൂടുതൽ നമുക്ക് സംസാരിക്കാം. എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ വളരെ സന്തോഷത്തോടെ നന്ദി പറയുന്നു. കാഷ്വൽ പോഡ്കാസ്റ്റ് വിത്ത് തരുൺ, ഇത് എനിക്ക് തോന്നുന്നു ഒരു സബാൾട്ടൻ മേഖലയിൽ വളരെ അറിയപ്പെടുന്ന ഒരു പോഡ്കാസ്റ്റായിട്ട് മാറട്ടെ എന്ന് തന്നെ ഞാൻ ആശംസിക്കുന്നു. മഹാത്മാ അയ്യൻ കാളിയുടെയും പൊയ്കേൽ അപ്പച്ചൻ്റെയും ഡോക്ടർ BR അംബേദ്കറിൻ്റെയും നാമത്തിൽ എനിക്ക് ഈ അവസരം തന്ന കാഷ്വൽ പോഡ്കാസ്റ്റ് വിത്ത് തരുണിനോട് ഏറ്റവും സന്തോഷത്തോടെ കടപ്പെട്ടിരിക്കുന്നു. നന്ദി പറയുന്നു. എന്നെ കേൾക്കുന്ന എല്ലാവരും ഞാൻ പറഞ്ഞ വാക്കുകളിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ തിരുത്തി തരിക. എന്തെങ്കിലും ഭാഗങ്ങൾ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് വിയോജിപ്പിൻ്റെ രാഷ്ട്രീയമായിട്ട് കണക്കാക്കുക എന്നും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, സ്നേഹ വന്ദനം എല്ലാവർക്കും.